السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تردتهم على المهجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. ആദരണീയനായ മാലിക് ഖത്തീബ് സുഹൃത്തുക്കൂടെയായ സ്വാലിഹ് ഉദവി സഹോദരങ്ങളെ, വേദിയിലുള്ള സദർ മുഅല്ലിം അഷ്റഫ് ജാരിമി സഹോദരങ്ങളെ, സദസ്സിന് സ്വാഗത ഭാഷണം നിർവഹിച്ച മറ്റു വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, മഹല്ല് കാരണവന്മാർ, സദസ്സിൽ രക്ഷിതാക്കൾ, യുവസുഹൃത്തുക്കൾ, ഷഫീഖ് വാഫി ഉസ്താദ്, ഷമീബ് വാഫി ഉസ്താദ്, ഉമ്മമാർ, സഹോദരന്മാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് തന്ന അമൂല്യം, വിലമതിക്കാനാവാത്ത സമയം അല്പനേരം റജബിന്റെ പരിശുദ്ധ രാവിൽ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ലഭ്യമായിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അവൻ പൊരുത്തപ്പെട്ട അമലിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയൊക്കെ ഇവിടെ സൃഷ്ടിച്ചതിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുന്നതിനിടക്ക് വരുന്ന തടസ്സങ്ങളിൽ തട്ടി നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. ഓരോരുത്തരും ചില ലക്ഷ്യത്തിലാണ് ഓരോ കോഴ്സുകൾ വരെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗോൾ സെന്റേഡ് ആണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് നിരന്തരമായ പഠനങ്ങളാണ്. SSLCയുടെ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രക്ഷിതാക്കൾ 100% വിജയവും സരളമായ രീതിയിൽ കുട്ടികളെ ആകർഷിക്കത്തക്ക വിധം
ക്ലാസ് നൽകുന്ന സ്ഥാപനങ്ങളെ എത്ര ദൂരത്തായാലും എത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്ത്, അതുപോലെ തന്നെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും കുറെ മുമ്പേ അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ബദ്ധശ്രദ്ധരാണ്. അതിനൊക്കെ ഡേറ്റുകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ആഖിറമെന്ന ലോകത്ത് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് എത്ര സമയം നമ്മുടെ മുമ്പിൽ കിട്ടുമെന്ന ഒരു ഉറപ്പും, കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തി നന്മയ്ക്ക് വേണ്ടി ഓടാൻ നമ്മൾ വ്യഗ്രത കാണിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെയൊക്കെ സങ്കടക്കഥകൾ പറയാൻ, കേൾക്കാനും ഓർക്കാനുമൊക്കെ സമയം കണ്ടെത്തണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ ലക്ഷ്യം നാളെയുടെ ലോകത്തേക്കുള്ള വിഭവങ്ങളെ സമാഹരിക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള വിഭവ സമാഹരണത്തിനിടയ്ക്ക് സമയം നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നരകനിവാസികൾക്ക് അവരുടെ ഒരു ചർച്ച പരിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഹും യസ്തരിഖൂന ഫീഹാ. നരകത്തിന്റെ ആളുകൾ അതിൽ അലമുറയിടുന്നുണ്ട്. യസ്തരിഖൂന, അവരൊരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് റബ്ബിനോട്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ, നല്ല കർമ്മങ്ങളെ ഞങ്ങൾ ചെയ്യാം, ഒന്ന് പുറത്തിറക്കി വിടാമോ എന്ന്. അഖ്രിജ്നാ, ഒന്ന് പുറത്തിറക്കാമോ എന്ന്. പുതിയൊരു ശരീഅത്ത് നരകത്തിലെത്തിയ ശേഷം അല്ലാഹു സമർപ്പിച്ചിട്ടില്ല. പുതിയൊരു നന്മയുടെ ലോകം പിന്നീട് അവതരിപ്പിച്ചിട്ടുമില്ല. പിന്നെ ഏത് ലോകത്താണ്, ഏത് നന്മയാണ് അവർ അധികം ചെയ്യാൻ പോണത്? ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നലകളിൽ ചെയ്യാതിരുന്നത്. ദുനിയാവിൽ ലഭ്യമായ 40 വർഷത്തിനിടക്ക്, 20 വർഷത്തിനിടക്ക്, 15 വയസ്സിനിടക്ക് മനോഹരമായി ചെയ്യാൻ താക്കത്തുണ്ടായിരുന്ന സമയത്ത് ഒഴിവായിപ്പോയ, ലാപ്സായിപ്പോയ, ഫ്ലോപ്പായിപ്പോയ നന്മകളാണ്. റബ്ബേ, ഞാനിനി ഒന്ന് വെളിയിലിറക്കിയാൽ, നരകത്തിൽ നിന്നൊന്ന് പുറത്തേക്കിറക്കിയാൽ ചെയ്യാമെന്ന് അന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നരകനിവാസികൾ കെഞ്ചുന്നത്. ഇന്നിവിടെ സമയം വെറുതെ വേസ്റ്റാക്കിയതാ പടച്ചോനെ. അന്നവിടെ ഈ ഒരു സമയത്തിന് വേണ്ടി മനുഷ്യൻ വേവലാതിപ്പെടുകയാണ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നുണ്ട്. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നില്ലായിരുന്നോ? കാലങ്ങൾ, യുഗാന്തരങ്ങളിലൂടെ നിങ്ങളെ ഞാൻ സഞ്ചരിപ്പിച്ചില്ലായിരുന്നോ? സെക്കൻഡുകളായി, മിനിറ്റുകളായി, ദിവസങ്ങളായും, ആഴ്ചകളായി, മാസങ്ങളായി ഒരുപാട് അവസരങ്ങള് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മലക്ക് തുറന്നു തന്നില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉസ്താദുമാരില്ലായിരുന്നോ? സംഘാടകരായി പള്ളിയുടെ കമ്മിറ്റിക്കാരില്ലായിരുന്നോ? ആഴ്ചകളിൽ മതപഠന ക്ലാസ് നടന്നില്ലായിരുന്നോ? വർഷത്തിൽ വാർഷികമെന്ന പേരിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഇൽമിന്റെ വേദിയില്ലായിരുന്നോ? അവലം നുഅമ്മിറുക്കും മാ യതസക്കറു ഫീഹി മൻ തസക്കറു വജാഅകുമുൻ നദീർ. മനോഹരമായ എക്സ്ക്യൂസിന്റെ മുമ്പിൽ മനോഹരമായി മറുപടി പറയുന്നുണ്ടല്ലാഹു. സമയം തന്നില്ലായിരുന്നോ? പ്രവാചകർ ഓനില്ലായിരുന്നോ? പ്രവാചക തുല്യരായ ഉസ്താദുമാർ നിങ്ങളോട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഫദൂഖൂ, ഇനി ഒരാൾക്കും എക്സ്ക്യൂസില്ല. ഫദൂഖൂ, ടേസ്റ്റ് ചെയ്തോളൂ നരകത്തിന്റെ വേദനകളെ, പെയിൻഫുള്ളായ സന്ദർഭങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. വമാ ലിൽളാലിമീന മിൻ നസീർ, ഒരു സഹായം അക്രമികൾക്ക് നാളെ ലഭ്യമല്ല.
ഒരാളും നിങ്ങളെ സഹായിക്കാൻ. ഈ ഒരു സമയത്തേക്ക് എത്തുന്നതിന്റെ മുമ്പേ സമയം വിനിയോഗിക്കാൻ, നന്മയ്ക്കു വേണ്ടി പടച്ചവന്റെ മുന്നറിയിപ്പുകൾ എത്തും മുമ്പേ, അല്ലെങ്കിൽ കണ്ട ശേഷമെങ്കിലും അവനിലേക്കൊന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് സമയങ്ങളെ തയ്യാറാവണേ, സമയങ്ങളെ ഉപയോഗപ്പെടുത്തണേ. എന്റെ പ്രിയപ്പെട്ടവരോട് ആദ്യമേ പറഞ്ഞോട്ടെ, യാ അബ്ദല്ലാഹ് ഇദാ അസ്ബഹത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ. പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ശ്വാസം വിട്ട് പുറത്തേക്ക് കടന്നു വരുന്ന സൂര്യനെ കാണുമ്പോ പറയല്ലേ വൈകുന്നേരങ്ങളിൽ വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കില്ല. വലാ തുഹദ്ദിസ് നഫ്സക ബിൽ മസാ, വൈകുന്നേരത്തത് ശരീരത്തിനോട് ഓർമ്മപ്പെടുത്തല്ല. വഇദാ അംസൈത ഫലാ തുഹദ്ദിസ് ബിസ്സബാ, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പോയി മെല്ലെ മുങ്ങിക്കുളിക്കുമ്പോ സൂര്യനെ നോക്കിയിട്ട് സായാഹ്നത്തിലെ തൗഫീഖ് ജീവിക്കാൻ റബ്ബ് തരുന്ന സമയത്ത് പറയല്ലേ രാവിലെ എണീറ്റ് ഒരുപാട് പ്രൊജക്ടുകൾ നെഞ്ചിലേറ്റി കിടന്നുറങ്ങല്ലേ. ആർക്കറിയാം എണീക്കുമോ എന്ന്, ആർക്കറിയാം എണീക്കുമെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻശഖു ഫജ്റു, ഒരു പ്രഭാതവും ഇവിടെ പൊട്ടിവിടരുന്നേയില്ല, ഇല്ലാ യുനാദാ, അനൗൺസ് ചെയ്യപ്പെടാതെ ഒരു അനൗൺസ് നടക്കുന്നുണ്ട്. ഓരോ പ്രഭാത സമയത്തും അനൗൺസ് ചെയ്യാത്ത ദിവസമേ ഇല്ല. എന്താണ് അനൗൺസ് ചെയ്യുന്നത്? യബ്നാദം അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസം, ഞാനൊരു ന്യൂ ഡേ ആണ്, ഞാൻ ഇന്നലെ വന്നിട്ടില്ല, നാളെ വരാനും പോകുന്നില്ല. ഫതസവ്വജ് മിന്നി, എന്നെ ഉപയോഗപ്പെടുത്തിക്കോളൂ. കിട്ടിയത് ലാഭം, കിട്ടിയത് ലാഭം. കഴിഞ്ഞുപോയ യുഗങ്ങളിൽ ഒരു ദിവസവും ഒരു കലണ്ടറിന്റെയും ഭാഗമായി ഒരു ദിവസവും ഞാനുണ്ടായിരുന്നില്ല. ഞാൻ നാളെ ഇനി മടങ്ങി വരികയുമില്ല. ഇന്ന് ഞാനൊരു പുതിയ വേർഷനാണ്, നാളെയില്ല. അതുകൊണ്ട് എന്നെ ഉപയോഗപ്പെടുത്തിക്കോളൂ. ഫതസവ്വജ് മിന്നി, എന്ന് അനൗൺസ് ചെയ്യപ്പെടാത്ത ഒരു ദിവസവും ഈ ഭൂമിയിൽ നടക്കുന്നില്ല എന്ന് ബൈഹഖി തന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കേൾക്ക്, മാ നദിംതു അലാ ശൈഇൻ നദമി, എന്റെ ഏറ്റവും വലിയ ടെൻഷൻ വൈകുന്നേരമാകുമ്പോഴാണ്. എന്താ വൈകുന്നേരം? ഇബ്നു മസ്ഊദ് എന്നവർക്ക് ഇത്ര ടെൻഷൻ വരാൻ കാരണം, നഖസ അമലി നഖസ ഫീഹി അജലി, എന്റെ ഒരു ഡേ കഴിഞ്ഞു പോയല്ലോ. ഏപ്രിൽ 19 എന്ന് പറയുന്ന ദിവസത്തെ പകല്, പൊന്നുമോളെ പൊന്നുമോനെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയല്ലോ. ഇന്ന് മഗ്‌രിബ് ബാങ്ക് വിളിച്ചപ്പോ ആർക്കാ ടെൻഷൻ ഉള്ളത്? നഖസ ഫീഹി അജലി. സയ്യിദുനാ ഇബ്നു അബ്ബാസ് മഹാനവറുകൾ പറയുന്നു റളിയല്ലാഹു തആല അൻഹു, എന്റെ ടെൻഷൻ വൈകുന്നേരമാകുമ്പോഴാണ്. നഹാറൂക ബത്വാലു വലൈലുക നായിമു, തേരാപാര നടന്നു ഞാൻ തീർത്തതാണ് എന്റെ പകല്. പടച്ചവനെ, നഖസ ഫീഹി അജലി, എന്റെ ഒരു പകല് കഴിഞ്ഞു പോയല്ലോ. വലം യസിദ് ഫീഹി അമലി, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ഇന്നത്തെ പകലിൽ എന്റെ അക്കൗണ്ടിൽ ഒരു നന്മയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നഹാറൂക ബത്വാലു വലൈലുക നായിമു, രാത്രി ഉറങ്ങി തീർത്തവർ, പകലല്ലാതെ ബോധമില്ലാതെ നടന്നൊഴിഞ്ഞവർ. നമ്മളൊക്കെ അവസ്ഥ തന്നെ. സമയം നാളെ ഇല്ല, ഇല്ല, ആരെയും വെയിറ്റ് ചെയ്യുന്നേ ഇല്ല. യതഅസ്സറു ഇബ്നു ആദം യൗമൽ ഖിയാമ അൻസാ, ദുനിയാവിൽ റബ്ബിനെ കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളെ ഓർത്തിട്ടായിരിക്കും നാളത്തെ ലോകത്ത് ആളുകൾ വിരൽ കടിക്കുന്നത് എന്ന് ലോകത്തിന്റെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തെ ടെൻഷൻ അതായിരിക്കും. കിട്ടിയത് പോരല്ലേ സമയം? കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തിയോ നമ്മള്? ഇല്ല. പക്ഷെ ഇനിയും വേണ്ടിയിരുന്നു എന്നാഗ്രഹം. നമ്മൾ വന്നതെന്തിനാണ്? മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ജിന്നിനെയും ഇൻസിനെയും നമ്മൾ കൊണ്ടുവന്നത് അതിന് വേണ്ടി മാത്രമാണ്. നമ്മളെ ജീവിതം കണ്ടാൽ മറ്റെന്തോ പ്രൊജക്ട് ചെയ്തു തീർക്കാൻ വേണ്ടി വന്നവരെ പോലെ, മറ്റെന്തൊക്കെയോ നടപ്പിലാക്കി പോകാൻ വന്നവരെ പോലെ.
പക്ഷേ നമ്മളെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരാൻ കാരണമായത് ലിയഅബ്ദൂ, അവന്റെ മുമ്പിൽ നമിക്കാൻ വേണ്ടിയാണ്, അവന് നോമ്പ് നോക്കാൻ വേണ്ടിയാണ്, അവന് ഖുശൂഅോടെ മറ്റു ഇബാദത്തുകളുമായിട്ട് വ്യാപൃതനാവാൻ വേണ്ടിയാണ്. നമ്മൾ മറ്റു ശാലികളിലായി പോയി. يسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വമൻ ഫീഹിന്ന, അതിലുള്ളതും ആകാശവും ഭൂമിയും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വമൻ ഫീഹിന്ന, അതിലുള്ളതും. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു, ഒരു വസ്തുവും തന്നെ പടച്ചവനെ നമിക്കാത്തതായി ഭൂമി ലോകത്തില്ല. അപ്പൊ എല്ലാത്തിനെയും പടച്ചത് അതിനു വേണ്ടിയാണ്. വബനൈനാ ഫൗഖകും സബഅൻ ശിദാദാ അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി സുജൂദ് ചെയ്യാനാണ്. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനെയും പടച്ചതും അതിനു വേണ്ടിയാണ്. വന്നുജൂം, ശാസ്ത്രങ്ങളെ പരകോടി വൃക്ഷങ്ങളെ ആകാശ ലോകത്തല്ലാഹു ഘടിപ്പിച്ചു വെച്ച പരകോടി ഗഗനചാരികളെ അല്ലാഹു സംവിധാനിച്ചത് അവന് സുജൂദ് ചെയ്യാനാണ്. വൽ ജിബാൽ, മാമലകളെ പടച്ചതും അതിനു വേണ്ടിയാണ്. വസ്സജറു, മരങ്ങളെ പടച്ചതും അതിനു വേണ്ടിയാണ്. വദ്ദവാബ്, ആനിമൽസിനെ മൃഗങ്ങളെ പടച്ചതും അതിനു വേണ്ടിയാണ്. അവകളെല്ലാം പടച്ചവന് കൃത്യമായി സുജൂദ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും പിന്നിലുള്ളത് നഹാറൂക ബത്വാലൂ വലൈലൂക നായിമൂ. ബുദ്ധിയില്ലാത്തവർ, തന്റെ ഇടമില്ലാത്തവർ എന്ന് നമ്മൾ പറയുന്ന ഓരോ ജീവികളും മനോഹരമായി റബ്ബിന് വേണ്ട കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഅ്മിൻ വളരെ പിറകിൽ, മനുഷ്യർ വളരെ പിറകിലായിപ്പോയി. ഈ ഭൂമി നശിക്കും, എല്ലാത്തിനും എക്സ്പയർ ഡേറ്റുകളുണ്ട്. സൃഷ്ടിച്ചതെല്ലാം ഇവിടെ നിന്ന് അല്ലാഹു നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ബോധം വരട്ടെ എന്ന് വിചാരിച്ച്, ഇനിയെങ്കിലും അവൻ എന്നിലേക്കൊന്ന് മടങ്ങട്ടെ എന്ന് വിചാരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളെ തരുന്നുണ്ട്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ. ഖിയാമത്ത് നാളിന്റെ തലേനാൾ ജീവിക്കുന്നവരാണ് നമ്മൾ. ഖിയാമിന്റെ ഒരുപാട് കാര്യങ്ങളെ ഈ ലോകത്ത് വന്നു കഴിഞ്ഞു. ഇഷ്ടം പോലെ അടയാളങ്ങള് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിച്ചു തന്നു. ഇനിയെങ്കിലൊന്നും മടങ്ങാൻ നമ്മൾ ഓട്ടക്കൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ. എല്ലാവർക്കും കാണാൻ വേണ്ടി കുറെ അടയാളങ്ങൾ എത്തുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരെയും ഫോക്കസ് ചെയ്തിട്ടാണ്. എനിക്കതിന്റെ അനുഭവമുണ്ട്. ഈ ലോകം നശിക്കാൻ പോവാൻ, നന്നാവാൻ സമയമായിട്ടുണ്ട് എന്ന് ജനറലായിട്ട് കുറെ അടയാളങ്ങളെ കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഡയറക്റ്റാണ് ഓരോരുത്തരെയും അല്ലാഹു തആല അനുഭവിപ്പിക്കുക. എന്നിട്ടും നമ്മൾ ഉണരുന്നില്ല, ഉറക്കത്തിലാണ്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മ. സമുദായത്തിലെ ഒരാളെയും വിട്ടുപോയില്ല. ഖിയാമത്ത് നാളിന്റെ ഫിത്നകൾ ഒരാളെയും വിട്ടുപോയില്ല. ഇല്ലാ ലക്മതുഹു, നല്ല അടി നൽകിയിട്ടല്ലാതെ. മാപ്പാര് ഉസ്താദുമാരൊക്കെ കുട്ടികളടിക്കുന്നതിന് ലറബ എന്ന് പറയാ. പോലീസുകാര് ഉന്നതാധികാരികളെ കടിക്കുന്നതിനാണ് ലത്തമ എന്ന് പറയാം. ഇല്ലാ ലക്മതുഹു, നല്ല അടി കൊടുക്കാതെ ഖിയാമത്ത് നാളിന്റെ ഒരു ഫിത്നയും ഓരോരുത്തരെയും അടിച്ചിട്ടേ കടന്നു പോവുകയുള്ളൂ എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാണ്. ഓരോരുത്തരെയും ഡയറക്റ്റ് അടിക്കും. ലഹും അസാബുൻ ഫിൽ ആഖിറ,
ഓരോരുത്തരും ദുനിയാവിൽ അദാബും നാളെ ആഖിറത്തിൽ ദുനിയാവിൽ അദാബുണ്ടാവും. അവർക്ക് നാളെ ആഖിറത്തിൽ അദാബില്ല. നാളെ ആഖിറത്തിൽ അദാബ് ലഭ്യമാകുന്നത് ഇവിടെ സുഖമായി ജീവിക്കുന്നവർക്കാണ്. ഇവിടെ സുഖമായി ജീവിക്കുന്നവർക്ക് യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുഅ്മിനായി ജനിച്ചു വന്നവർ, മുഅ്മിനായിട്ട് ഒരു ചെറിയ മരണമല്ലോ ഉറക്കമെന്നത്, ആ ഉറക്കമെന്ന മരണത്തിൽ നിന്നൊരു പുനർജന്മം ലഭ്യമായവർ വൈകുന്നേരമാകുമ്പോ വയുംസി കാഫിറ, സത്യനിഷേധത്തിന്റെ ആളായി പോകുന്നവർ. വയുംസി മുഅ്മിനൻ, വൈകുന്നേരം സത്യവിശ്വാസിയാണ്. വയുസ്ബിഹു കാഫിറ, ഏതോ ക്ലിപ്പ് കേട്ട് ഏതോ ആശയക്കാരന്റെ പ്രസംഗം കേട്ട് രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി പോകുന്നവർ. ഇത് ഖിയാമിന്റെ അടയാളം. ഓരോരുത്തരെയും അടികൊടുത്തിട്ട് ഖിയാം ഇവിടെ സംഭവിക്കുള്ളൂ എന്ന് റസൂലുള്ളാഹ്. ഇനി നമ്മൾ കേൾക്കേണ്ട വളരെ മനോഹരമായ ഒരു ഹദീസ്, ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ. ഇസ്ലാം വിദേശിയായിട്ടാണ് ഇസ്ലാമിന്റെ തുടക്കം ഉണ്ടായത്. ഇസ്ലാമിന്റെ തുടക്കം വിദേശിയായിട്ട്. മുസൽമാൻ ജീവിക്കുന്നതും സ്വന്തം നാട്ടിൽ വിദേശിയെപ്പോലെ ജീവിക്കേണ്ടി വരും. കമാ ബദഅ കമാ വസയഊദു കമാ ബദഅ. ഇസ്ലാം തുടങ്ങിയെന്ന് വിദേശിയെപ്പോലെയാണ് തുടങ്ങിയത്. എന്നാൽ അതുപോലെ പിന്നീട് അവസാന നാളാകുമ്പോഴും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ അവർ നിൽക്കുന്ന നാട്ടിൽ വിദേശിയെപ്പോലെ കഴിയേണ്ടി വരുമെന്ന് 1420 കൊല്ലങ്ങൾക്കപ്പുറത്ത് നിന്ന് 2017 ിലേക്ക് നോക്കാനുള്ള പവറുള്ള കണ്ണ് കൊടുത്ത പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ ഇസ്ലാം കൊണ്ടുവന്നതിന്റെ പേരിൽ ഹബീബ് വിദേശിയെപ്പോലെ എപ്പോഴും പോകേണ്ടി വരുന്ന പീഡനപർവ്വങ്ങൾ നേരിടേണ്ടി വന്നു. 2016 പകുതി മുതൽ 2017 ഈ ഒരു സമയം വരെ ഓരോരുത്തരും വ്യക്തമായ ചിത്രമല്ലേ. ബദഅൽ ഇസ്ലാമു ഗരീബാ, മുസ്ലിമീങ്ങൾ വിദേശിയെപ്പോലെ നിൽക്കേണ്ട അവസ്ഥയായുടെ. സ്വന്തം നാട്ടിൽ വിദേശിയെപ്പോലെ നിൽക്കുക. എപ്പോഴാ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നത്? ഒന്നുമില്ലാത്തവർ ഉംറക്കോ മറ്റു വിഷയങ്ങൾക്കോ ജിദ്ദയിലോ മറ്റ് എയർപോർട്ടുകളിലൊക്കെ അറേബ്യൻ നാടുകളിൽ GCC-യിലൊക്കെ ചെന്നിറങ്ങിയാൽ എന്തൊരു കഷ്ടപ്പാട്. പുറത്തേക്കെത്താൻ മുസ്ലിമാണെങ്കിൽ ടാഗ് കാണിച്ചു കൊടുക്കണം. അതിനപ്പുറം തടിച്ചും മറിച്ചും നോക്കും. എല്ലാം ചോദിക്കും. മുസ്ലിം രാഷ്ട്രമാണ്. ഒരു വിദേശിയാണെങ്കിൽ അവൻ ഒരു ചെക്കപ്പുമില്ല. എന്തൊരു മാന്യതയാണ്. അവൻ നേരെ ഇമിഗ്രേഷൻ ചെന്ന് പെട്ടെന്ന് കേസിലായി പോവുക. മുസ്ലിമായ നമ്മൾക്ക് മുസ്ലിം രാഷ്ട്രത്തിൽ പോലും വിദേശിയെ പോലെ നിൽക്കേണ്ട അവസ്ഥ എല്ലായിടങ്ങളിലും എവിടെയായാലും. അതുകൊണ്ട് ഫതൂബാ ലിൽ ഗുറബാ, ഫതൂബാ ലിൽ ഗുറബാ. ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട പരിഹാരം എന്താണ്? സ്വന്തം നാട്ടിൽ വിദേശിയാവാൻ താല്പര്യമുള്ളവരെ നിങ്ങൾക്ക് സ്വാഗതം. ഫതൂബാ, നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം, ഹേർട്ടി വെൽക്കം. ലിൽ ഗുറബാ, സ്വന്തം നാട്ടിൽ വിദേശിയാവാൻ റെഡിയാണോ? എന്നാൽ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. റെഡിയാണ്. അത് വേറൊരു മീനിങ് അതിലുണ്ട്. ഇവിടെ നമ്മൾ ഗാബിറു സബീൽ, വിദേശിയാണ്. ഒരർത്ഥത്തിൽ നാളത്തെ ലോകത്തേക്ക് സ്വർഗത്തിനുമാണ് നമ്മുടെ സ്വദേശം. അവിടെ താണ്ടവരാണ്. നമ്മളൊരു വിദേശി തന്നെയാണ്. പക്ഷേ ഇന്നും എക്സ്റ്റേണലായ മീനിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമകാലിക സാഹചര്യങ്ങളിലൂടെ ഈ ആയത്തിനെ പുഷ്പവേഷണം ചെയ്യുമ്പോൾ അങ്ങ് കടന്ന മീനിങ് വെക്കേണ്ടതില്ല. അല്ലെങ്കിലും നമ്മൾ വിദേശിയാണിപ്പോ ഇവിടെ എന്നും പോകാൻ നിർബന്ധിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമ്മളോട് പറയപ്പെട്ടുകൊണ്ടിരിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഫതൂബാ ലിൽ ഗുറബാ, സ്വന്തം നാട്ടിൽ വിദേശിയാവാൻ താല്പര്യമുള്ളവരെ സ്വാഗതം. ഉപ്പാപ്പമാർ തലമുറകളിലൂടെ ഊതിക്കാച്ചിയെടുത്ത സ്വാതന്ത്ര്യം, അതിന്റെ ആ ഒരു പച്ചപ്പിൽ ജീവിക്കാൻ പിൻകാലത്ത് കടന്നു വരുന്നവർ സമ്മതിക്കാതെ ഫതൂബാ, എപ്പോഴും വിദേശിയെപ്പോലെ പിടിച്ചു നിൽക്കാൻ മനക്കരുത്തുണ്ടോ അവർക്ക് സ്വാഗതം. ഏത് അർത്ഥത്തിലെ മുസ്ലിം ആയാലും എവിടെ ആയാലും.
സഹാബത്ത് ചോദിച്ചു, നബിയേ, ഈ കാലഘട്ടത്തിലെ പരിഹാരം എന്താണ്? അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്തു, ഫലാ യൻജു മിൻഹാ, അന്ന് നിങ്ങൾക്ക് സക്സസ് വേണോ, വിജയം വേണോ? ഇല്ലാ മൻ ദാ ബിദുആഇൽ ഗരീഖ് ഫിൽ ബഹർ, ഇല്ലാ മൻ ദാ ബിദുആഇൽ ഗരീഖ് ഫിൽ ബഹർ, സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന മരണം മുന്നിൽ കാണുന്നവന്റെ പ്രാർത്ഥന പോലെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ കാണിക്കുന്ന ദുആയിലെ പടച്ചവനെ ആരൊക്കെയാ വിളിക്കുന്നത്? അതേ പ്രാർത്ഥനയെ നിങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. പ്രാർത്ഥന തന്നെ പ്രാർത്ഥന. എപ്പോഴും പ്രാർത്ഥനയിൽ റബ്ബിനോട് ചോദിക്കുക, അല്ലാതെ വേറെ പണിയില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ഫർളുപോലെ കാണാൻ, അല്ലാതെ വേറെ പണിയില്ല. ശത്രുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ഹബീബ് ബദറിൽ പോലും ചെയ്ത പണി നിസ്കാരം, സുജൂദ് തന്നെ. അള്ളാഹുവിന്റെ ഹബീബ് സുജൂദ് തന്നെയാ ചെയ്തത്. അഖറബു, ഏറ്റവും അള്ളാഹുമായി അടുത്ത് കിടക്കുന്നത് സുജൂദിലെ മഹത്തായ കർമ്മം. നല്ല പ്രതാപത്തോടെ ഉയർത്തിവെക്കേണ്ട തല ബാക്ക് സീറ്റിനും താഴെ കുനിഞ്ഞു കിടന്നിട്ട് റബ്ബ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറഞ്ഞു അള്ളാഹുവോട് പറയുന്ന കാര്യങ്ങൾ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബദറിന്റെ ദിവസം യുദ്ധത്തിന്റെ സകല കാര്യങ്ങളും ഓരോ മിനിറ്റുകളിലുമായിട്ട് ഞാനിങ്ങനെ ഹബീബിന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കാര്യങ്ങളും പറയാനും അടുത്ത തന്ത്രം നബിയോട് ചോദിക്കാനും വേണ്ടി ചെന്നപ്പോഴൊക്കെ അള്ളാന്റെ ഹബീബ് ടെന്റിൽ കടന്ന് സുജൂദ് ചെയ്യുകയാ, റബ്ബിനോട് ചോദിക്കുകയായിരുന്നു, റബ്ബിനോട് വിജയം തരണേ. ഞാൻ വീണ്ടും തിരിച്ചു പോകും, അല്പം സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും എത്തും ഹബീബിന്റെ അടുത്ത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. അപ്പോഴും ഹബീബ് സുജൂദിലാണ്. ഏകദേശം യുദ്ധം വിജയിക്കാറായപ്പോ ഞാൻ എന്റെ ഹബീബിന്റെ അടുത്ത് കോടി വന്ന് സന്തോഷ വാർത്ത പറയാൻ ഒരുങ്ങിയപ്പോഴുണ്ട് ഹബീബ് തന്റെ ആ ശിരസ് ഉയർത്തുന്നുണ്ട്. ഹിലാലുദിക്കുന്ന പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബ് തല ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ത്യാഗവും ആത്മസമർപ്പണവും ഒരു ഭാഗത്ത് കിടക്കട്ടെ. നിസ്കാരമായിരുന്നു ബദറിൽ രക്ഷക്കുണ്ടായിരുന്നത് എന്ന് ഒരുപാട് മുഹദ്ദിസീങ്ങൾ പിന്നീട് പറഞ്ഞു പോയിട്ടുണ്ട്. നിസ്കാരായിരുന്നു ചോദിച്ചങ്ങോട്ട് വാങ്ങി. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മൂസാ, നിന്റെയും നീയും നിങ്ങളുടെ അഹ്ലുകാരെയും മുസ്ലിമീങ്ങളെയും വിളിച്ചിട്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, നിസ്കാരം വർദ്ധിപ്പിക്കുകയെന്നാണ്. ശത്രുക്കളെ തോൽപ്പിക്കാൻ നിസ്കാരത്തിനെക്കാളും വലിയ വേറൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ മൻ ദാ ബിദുആഇൽ ഗൈത്ത് ഫിൽ ബഹരി, അജായിബ് നിറഞ്ഞ സമുദ്രത്തിൽ താന്നുപോകുന്ന മരണം മുന്നിൽ കാണുന്നവനെ പോലെ പ്രാർത്ഥിച്ചാലല്ലാതെ വിദേശിയെ പോലെ കഴിയേണ്ടി വരുന്ന അവസാന കാലഘട്ടങ്ങളിൽ ഒരു മുഅ്മിനിന് വിജയം ലഭ്യമാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദുമാര് നാളെ വിളിച്ചു പറയുന്നുണ്ട്. ഷഹീദുമാർ മുസ്ലിമായതിന്റെ പേരിൽ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയില്ല. എത്ര കഷ്ടപ്പാടാ അവർ സഹിച്ചുപോയത്, കസേരയിലിരുത്തിയിട്ട് തന്റെ ശിരസ് വേറിച്ച് കയ്യിൽ കൊടുത്തിട്ട് ഡെഡ് ബോഡിയോട് പോലും ജനാസയോട് പോലും അപമര്യാദ കാണിച്ച് അത് ഫോട്ടോ എടുത്തിട്ട് ലോകമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നമ്മുടെയൊക്കെ വാട്സപ്പിലും നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുമ്പോ ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. എന്തുകൊണ്ട്? മുസ്ലിമായി പോയതിന്റെ പേരിൽ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. അങ്ങ് ഫലസ്തീനിൽ യാക്കോബ് നബിയുടെ മക്കളായിരുന്നുവല്ലോ ഇസ്രായേലും ഫലസ്തീനിലും ഉണ്ടായിരുന്നത്. ഇന്ന് യജൂജ് മഅജൂജിന്റെ മക്കൾ കയറിയിട്ട് ഇസ്രായേൽ പിടിച്ചടക്കിയില്ലേ? വറ്റുന്ന കാലഘട്ടങ്ങളിലാണ് ദജ്ജാൽ കടന്നു വരുന്നത്. അല്ലാഹു ഖിയാമിന്റെ അടയാളങ്ങളെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു തെളിവ് തബരീ നദി വറ്റുക എന്നതാണ്. അത് ഇസ്രായേലിലാണ്. ആ നദിയിൽ നിന്നാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതിനും ഇന്ന് ജൂതന്മാർ വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഇത് പറ്റിയെങ്കിലേ നിങ്ങളുടെ നേതാവ് വരുള്ളൂ എന്ന്.
യജൂജ് മഅജൂജികൾ യൂറോപ്യൻസാണ് ഇന്നവിടെ ഉള്ളത്. യാക്കൂബ് നബിയുടെ മക്കൾ വസിക്കേണ്ട ഫലസ്തീൻ, ഇസ്രായേൽ, അവരെ ഓടിച്ചിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് അവരോടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ വിദേശിയോ പോലെ കഴിഞ്ഞ് അവിടുന്ന് ഓടിപ്പോവേണ്ടി വന്നവർ. ഈ കാലഘട്ടത്തിലെ വിജയം പ്രാർത്ഥന കൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദുമാര് നാളെ വിശുദ്ധ യുദ്ധങ്ങളിലും അകാരണമായി വധിക്കപ്പെട്ട ഷഹീദുമാർ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് പറയുന്നുണ്ട്, ഇനിയൊരിക്കലൂടെ ദുനിയാവിലെത്തിയാൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു റബ്ബേ. എന്നിട്ടൊന്നുകൂടെ ഞാൻ കൊല ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ റഹ്മത്തിന്റെ ആ സൗകുമാര്യത ഒന്നുകൂടെ എനിക്ക് അനുഭവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് സ്വർഗത്തിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നതാണെന്ന് നാളെ ഷഹീദുമാര് വിളിച്ചു പറയുമാറ്. അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണം, വിദേശിയെപ്പോലെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അള്ളാഹുവിന്റെ നിയമങ്ങളുടെ ചുറ്റുപാടുകളിൽ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അത് നമുക്ക് പറ്റുമോ? വലൗ അഅജബക കസറത്തുൽ ഖബീസ്. അവന്റെ വലതും അവന്റെ ഇടതും അവന്റെ മുന്നിലും അവന്റെ പിന്നിലും ഒരുപാട് പ്രയാസങ്ങളാണ്, തിന്മകളാണ്, തിന്മയുടെ പോസ്റ്ററുകളാണ്, സാഹചര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന നാളാകുമ്പോ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളെ പൊതുസ്വത്ത് പോലെ ആളുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമെന്ന് അടയാളമാണത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. പൊതുസ്വത്ത് പോലെ സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളെ ആളുകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങും. എന്തത്ഭുതമുള്ളത്! എല്ലായിടത്തും കാണുന്നതല്ലേ അത് പടച്ചവന്റെ മുന്നറിയിപ്പല്ലേ? തകരാൻ പോകുന്നവിടെ സ്ത്രൈനാഭിനിവേശം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗെയിമുകളിലൂടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഗെയിമുകളിൽ ആ ഗെയിമുകളെല്ലാം അതെല്ലാം നിർമ്മിച്ചത് അന്ന് ഇസ്രായേലുകാരന്റെ ബുദ്ധിയിൽ നിന്ന് കടന്നു വന്നതാണ്. എല്ലാ റേസും കഴിഞ്ഞ്, എല്ലാ കാർ റേസിംഗും കഴിഞ്ഞ് കുട്ടി ഇതൊക്കെ പൂട്ടിവെക്കുമ്പോഴേക്ക് എത്ര തവണയാണ് ഒരു റോള് പോലുമില്ലാത്ത ആ കളിയുമായി ബന്ധമില്ലാത്ത എത്ര പെൺകുട്ടികളെയാണ് ഈ ഗെയിമുകളിൽ ഈ കുട്ടികൾ കണ്ടുപോകുന്നത്. ഒരു റോളും ഇല്ല, അവരെ തട്ടിയാലും പ്രശ്നമില്ല, അവർ ഓവർടേക്ക് ചെയ്താലും പ്രശ്നമില്ല. ഫുട്പാത്തിലൂടെയും അതുപോലെ തന്നെ സീബ്ര ലൈനിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗെയിമുകളിലൂടെ പെൺകുട്ടികൾ അർദ്ധനഗ്നർ നടന്നു പോകുന്ന ഗെയിമുകൾ. ഒന്ന് കുട്ടികളെ ഗെയിമൊക്കുന്നത് തൂക്കി ആരാമനെന്ന് വെച്ചത് ജൂതന്മാർക്കറിയാം, ഇവിടെ ഞങ്ങളുടെ നേതാവ് ദജ്ജാൽ വരണമെങ്കിൽ ഇവിടെ വ്യഭിചാരം വർദ്ധിക്കണം. അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികളിലേക്ക് സ്ത്രൈനാഭിനിവേശം വളർത്തിവിടുന്നവർ ബോധ്യണ്ടോ രക്ഷിതാക്കൾക്ക്, ഓർമ്മണ്ടോ രക്ഷിതാക്കൾക്ക്? ഭക്ഷണം കഴിക്കാത്തതിന് വാശി പിടിക്കുന്നതിനൊക്കെ ഗെയിം വാങ്ങിച്ചു കൊടുക്കുക, കളിക്കാൻ അവസരങ്ങൾ കൊടുക്കുക. എത്ര വലിയ അബദ്ധങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ മുനിയത്ത് സക്കാത്തു, ഇതാ മുനിയത്ത് സക്കാത്തു. സക്കാത്തിനെ ആളുകൾ പിടിച്ചു വെക്കുന്ന കാലഘട്ടം വന്നാൽ, സക്കാത്ത് കൊടുക്കാത്ത കാലഘട്ടം വന്നാൽ എന്താ അവിടെ സംഭവിക്കാൻ പോണത്? സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ വന്നാൽ എന്തത്ഭുതമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നറിയോ? സ്വന്തം മക്കൾ ബാപ്പയും ഉമ്മയും പറയുന്നത് കേൾക്കാത്ത അവസ്ഥ വരും ഇവിടെ. റസൂലുള്ള പറയാൻ സ്വന്തം മക്കൾ ബാപ്പയും ഉമ്മയും പറയുന്നത് കേൾക്കാത്ത അവസ്ഥ കാണുന്നില്ലേ? കുട്ടികൾ കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത്? കുട്ടികൾ കേൾക്കുന്നുണ്ടോ നമ്മൾ പറയുന്നത്? ശിദ്ദത്ത് മോന ചെലവ് കൂടുന്നതാണ്, ചെലവ് കൂടുതലാണ്. അള്ളാഹു ഓരോന്നിങ്ങനെ കാണിച്ചു തരാൻ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളാണ് ഇതൊക്കെ. ചെലവ് കൂടാൻ 20,000 4 കൊല്ലങ്ങൾക്ക് മുമ്പേ ഒരു സ്കൂളിൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ചെന്നപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ 6 or 7 സാലറി ഉള്ളൂ സാറേ, എന്നാലും 20 വേണ്ടിവരും ഒരു വ്യക്തിക്ക് ഒരു മാസം കഴിയണമെങ്കിൽ. ചെലവ് കൂടുതലാണ്.
സക്കാത്ത് തടഞ്ഞു വെക്കുന്ന കാലഘട്ടം. നമ്മൾ വിചാരിച്ചത് ലക്ഷങ്ങൾ ഒരു വർഷത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ പിടിച്ചുവെച്ചാൽ വിചാരിക്കുക ഇക്കൊല്ലം 1,00,000 ലാഭമല്ലേ എന്ന് അള്ളാഹു പറയുന്നു. അവന് ഞാൻ അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അവന്റെ ചെലവ് ഞാൻ കൂട്ടും, അവന്റെ മഈഷത്ത് ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. മഈഷത്ത് ജീവിതോപാധികളെ, അതിന്റെ പ്രതിസന്ധികളെ കൊടുക്കും, അതിന്റെ വലിയ വലിയ ചെലവുകളിട്ട് കൊടുക്കും. അക്രമികളായ ഭരണാധികാരികളെ നമ്മൾ കൊടുക്കും. അക്രമികളായ ഭരണാധികാരികൾ മുഖങ്ങളൊക്കെ വരിഞ്ഞു മുറുകിയ ടീമായിരിക്കും വരിക. ഒരാളെ മനസ്സും ഒരാളുടെ മുഖവും വിളിച്ചല്ല. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ നിന്നുള്ള ടെൻഷനുകൾ പേറിയിട്ടാണ് ഇന്ന് നടക്കുന്നത്. എന്തുകൊണ്ട്? നാട്ടിലെ സക്കാത്ത് ആളുകൾ പിടിച്ചുവെച്ചാൽ മൊത്തത്തിലാണ് അതിന്റെ പ്രാരാബ്ദങ്ങളും അതിന്റെ സ്ട്രഗിളുകളും അനുഭവിക്കേണ്ടി വരിക. ബോധമുണ്ടോ നമുക്ക്? ബോധമുണ്ടോ നമുക്ക്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു പോയില്ലേ 1400 വർഷങ്ങൾക്ക് മുമ്പ് മൗത്തുൽ ഫുജഅ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരുമെന്ന്. നമുക്കറിയാലോ, നമ്മുടെ മഹല്ലകളിൽ തന്നെയുള്ള ഒരുപാട് മരണങ്ങളെ അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സദസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട പലരും ഇന്നില്ലാതെ പോകുമ്പോ ഓർക്കണേ, ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർ പോയിടത്തേക്ക് യാത്ര ചെയ്യാനുള്ളവർ നമ്മൾ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എത്രയോ ആളുകൾ കാലത്ത് നമ്മളൊന്നും പോയില്ലേ? മൗത്തുൽ ഫുജഅ. അവര് ചെയ്ത തെന്മോണ്ടായിരിക്കില്ല, അവര് ചെയ്ത പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കില്ല. നമുക്കൊക്കെ പറയാം അജലത്തിയിട്ട് പോയതാണ് ഉസ്താദ്, ശരിയാണ്. എന്നാലും സക്കാത്ത് തടയപ്പെട്ടാൽ നാട്ടിൽ മരണം കൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒളിച്ചോട്ടങ്ങൾ കൂടും. ഒളിച്ചോട്ടങ്ങളില്ല ഇന്ന് എവിടെയും. ഒളിച്ചോട്ടങ്ങൾ, പ്രശ്നങ്ങൾ. നമ്മുടെ നാടുകളിൽ ഈ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നാട്ടുനന്മ എത്രയും പ്രസക്തമാണ്. 22 ശനി. ഇടയ്ക്കൊന്ന് നിർത്തി പറഞ്ഞോട്ടെ, മുഴുവൻ 13 വയസ്സിന് മുകളിൽ കല്യാണം കഴിയാത്ത എല്ലാ കുട്ടികളെയും നമ്മുടെ മദ്രസയിൽ ഒളിച്ചോട്ടങ്ങൾ കൂടുന്ന കാലഘട്ടമാണ്. റസൂലുള്ള നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അത് സംഭവിക്കുന്നത് നമ്മുടെ ചില പോരായ്മകളിലും നമ്മുടെ ചില പ്രശ്നങ്ങളിലും നമ്മൾ അല്ലാഹുവിൽ നിന്ന് മാറിയത് കൊണ്ട് വരുന്നതാണ്. ചെറിയൊരു ഇടപെടലുകൾ നമ്മുടെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ല ഇടപെടാണ്. അതിൽ നമ്മുടെ മഹത്തായ പള്ളിയുടെ, നമ്മുടെ നാടിന്റെ കർമ്മോത്സുകരായ ആളുകൾ, മഹല്ല് കമ്മിറ്റികൾ, മറ്റുള്ള പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടുകയാണ്. നിങ്ങളെ കുട്ടികളെ നിർബന്ധമായിട്ടും 22 കുട്ടികളോട് എത്തിക്കുക. 22-ന് 2 മണിക്ക് വലിയ വലിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആരും വരേണ്ട, കുട്ടികളോട് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങളൊന്നും അല്ലാഹു തെരുമാറാതിരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ഈ കരിയർ ഗൈഡൻസ്, വാഫി സ്നേഹജാലകം എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ഹാപ്പി പാരന്റിംഗ് ഈ വരുന്ന 23-ന് നടക്കുന്നുണ്ട്. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് മാത്രമേ ഉള്ളൂ. SLC കഴിഞ്ഞവർ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് പരിഹാരമായി മതത്തിന്റെ മണ്ഡലത്തിലൂടെ ആളുകളെ ചിന്തിപ്പിച്ചുകൊണ്ട് മനോഹരമായ ക്ലാസുകൾ അഹമ്മദ് വാഫി കക്കാടടക്കമുള്ള കൗൺസിലർമാർ, ഇന്റർനാഷണൽ ഫാമിലി കൗൺസിലർ ഒക്കെ സംഗമിക്കുന്ന ഒരു സദസ്സ്, ഒരു വേദി നമ്മുടെ കൊടുവള്ളിയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. പ്രതീക്ഷത്തിൽ കവിഞ്ഞുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് അവിടെ ചെല്ലണമെന്ന്, അതുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാര് ഡീറ്റെയിൽസ് ഒക്കെ തരും, അന്വേഷിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താം. അതുപോലെ തന്നെ താത്തൂരിലും ഇതുപോലുള്ളൊരു പ്രൊജക്ട് നടന്നു വരുന്നുണ്ട്. നിസ്വ എന്ന പേരിൽ ഡേ സ്കൂളാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്ത എന്നതല്ല, പിന്നീട് വിരൽ കടിച്ച് അതിന്റെ പരിഹാരത്തിന് വേണ്ടി നാട്ടുകാരെ മുമ്പിൽ എത്തുന്നതിന് മുമ്പേ ഒരു ചെറിയ പരിഹാരം മതത്തിലൂടെ ചിന്തിപ്പിച്ചുകൊണ്ട്, അതല്ലാതെ അവർ പരിഹാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിദേശിയെ പോലെ കഴിയേണ്ടി വരുന്ന കാലഘട്ടത്തിൽ പരിഹാരം ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ തോക്കെടുത്തോളി എന്നല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അതാണ് പരിഹാരം. അള്ളാഹു നമ്മൾക്ക് ഇസ്സത്ത് തരുന്നത് ബിൽ ഇസ്ലാം, ഇസ്ലാം മുറുകെ പിടിക്കുമ്പോഴാണെന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു
ഒരു യുദ്ധത്തിന് പോയി സഹാബത്ത് മദീനയിൽ നിന്ന് പേർഷ്യയിലേക്കുള്ള യാത്രയിൽ അവിടങ്ങളിലേക്ക് ഒരുപാട് ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്തു. ഒന്നാമത്തെ ദിവസം വേണ്ട വിധം അവരുടെ മുസ്ലിം പക്ഷത്തിന്റെ തന്ത്രങ്ങൾ വിജയിക്കാതെ വന്നപ്പോ അന്ന് രാത്രിയിൽ ശൂറ കൂടി പരസ്പരം സഹാബത്ത് ആശയങ്ങളെ പങ്കുവച്ചു. എന്തേന്ന് വിജയിക്കാതെ പോയത് എന്ന്. എന്തേ വിജയിക്കാതെ പോയത്? ആരും സദസ്സിൽ നിന്നൊന്നും പറയാതിരുന്നപ്പോഴാണ് മൂലയിൽ നിന്നൊരു സഹാബി എണീറ്റ് പറഞ്ഞത്, നേതാവേ, യുദ്ധത്തിന്റെ നേതാവേ, നമ്മൾക്കിന്ന് വിജയം ലഭ്യമാവാത്തത്, വേണ്ട വിധം വിജയം ലഭ്യമാവാതിരുന്നത് നസീന സുന്നത സിവാക്, ഹബീബിന്റെ മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്ത് ആഴ്ചകളായി നമ്മൾ മറന്നുപോയിട്ട് അതാണല്ലോ എന്ന് അവരൊക്കെ ചിന്തിച്ചത് അങ്ങട്ടാണ്. സുന്നത്ത് നബിയുടെ മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്ന സുന്നത്ത് മദീനയിൽ നിന്ന് ഒരുപാട് ദിവസമായി നമ്മൾ പേർഷ്യയിലേക്ക് നടക്കുന്ന, അതിന്റെ ഇടയ്ക്ക് ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടില്ല. യുദ്ധത്തിന് പോകുമ്പോഴും നമ്മൾക്ക് വേണ്ട വിധം മിസ്വാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് പരാജയ കാരണമെന്ന് പറഞ്ഞു. അവർ ശരിവച്ചു, മദീനയിലേക്ക് ആളെ വിട്ടു, ആവശ്യമായ ആറാക്കെത്തിച്ചു എന്നാ പേർഷ്യയിലേക്ക്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ മുസ്ലിമാണ്. മുസ്ലിമീങ്ങളുടെ വിജയമുണ്ടാകുന്നത് അല്ലാഹുവിലേക്ക് അവിടുത്തെ ശരീഅത്തിനെ പാലിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യമല്ല, നമ്മൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅഹ് ശൈഉൻ അളീം. ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്, ഇതിന്റെ ഗ്യാരണ്ടി തീരാൻ പോവുകയാണ്, ഇതിന്റെ എക്സ്പയറി ഡേറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഒരുപാട് മുന്നറിയിപ്പുകൾ വരും, ഓർമ്മപ്പെടുത്തലുകൾ വരും. എന്നെയും ഖിയാമത്ത് നാളിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ഇങ്ങനെയാണ്. വൽ ഉസ്താ, ചൂണ്ടുവിരലും മധ്യവിരലും ഇങ്ങനെ കാണിച്ച് റസൂലുള്ള പറഞ്ഞു. അത്രേ ഉള്ളു ഗ്യാപ്പ്. ഇന്നഹും യൗമ യറൗനഹു ബഈദാ വനറാഹു ഖരീബാ. ആളുകൾ വിചാരിക്കുന്നത് അത് കുറെ അപ്പുറത്തല്ലേ എന്നാണ്. വനറാഹു ഖരീബാ, എന്നാൽ ഞാനതിന് ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ അല്ലാഹുവിന്റെ കലാം ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തോട് വിശദീകരിച്ചു. അവസാന നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, മുന്നറിയിപ്പിൽപ്പെട്ടതാണ് ദുനിയാവിനോടുള്ള പ്രേമം കൂടുക എന്നത്. ദുനിയാവിനോടുള്ള പ്രേമമല്ലാതെ നമ്മുടെ മനസ്സിൽ ഇന്നെന്താണുള്ളത്? ഇന്ന മിമ്മ അഖാഫു അലൈക്കും ബഅദി മാ യഫ്തഹു അലൈക്കും മിൻ സഹറത്തി ദുനിയാ വസീന. ദുനിയാവിന്റെ അലങ്കാരങ്ങൾക്ക് വേണ്ട ഓട്ടമാണ് നാളെ ഖിയാമത്തോടനുബന്ധിച്ച് വരുന്ന ആളുകൾക്കുണ്ടാവുക. അതിനുവേണ്ടി ഉടനെ അവസാന നാളിൽ വരുന്ന ആളുകളുടെ മേജർ മോട്ടീവ് എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, അവസാന നാളിലെ ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്ന് അൽ ബത്നു, രണ്ട് അൽ ഫറജു. ഒന്ന് ബത്തിന്, വയറ്. ഇതെങ്ങനെങ്കിലും ജാറം ഫുള്ളാക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഹലാലോ ഹറാമോ അവർക്ക് വിഷയമല്ല. രണ്ട് അൽ ഫറജു, വയറ് ഫുള്ളായാൽ, വയറ് ഫുള്ളായി ഈ ശരീരം ഇങ്ങനെ നറിഷ്മെന്റ് കൊണ്ട് തത്തിക്കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവന്റെ ആവശ്യം വികാര പൂർത്തീകരണം, ഒളിച്ചോട്ടങ്ങൾ, ഭർത്തുമതികളെ ചാടിക്കൽ തുടങ്ങി. ഇത് റസൂലുള്ള പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അടയാളമാണ്, അല്ലാഹു നമുക്ക് തന്ന മുന്നറിയിപ്പാണ്. മടങ്ങാൻ സമയമായിട്ടുണ്ട്, മരണേതായാലുമുണ്ട്, ലോകം തന്നെ അവസാനിക്കാൻ പോവുകയാണെന്നതിന്റെ മുന്നറിയിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്, മിനശ്ശബാബ്, ചില ആളുകളെ, ചില യുവാക്കളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചില യുവാക്കളെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. കേൾക്കണ എന്റെ ചെറുപ്പക്കാർ, കേൾക്കണ എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാതുകോർപ്പിച്ച് കേട്ടേക്ക്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങളെ. പറഞ്ഞോട്ടെ ഞാനത്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ് നിങ്ങളെ. ഏറ്റവും ഇഷ്ടമാണ് ചില ചെറുപ്പക്കാരെ. പക്ഷെ ആ ചെറുപ്പക്കാരെ പ്രത്യേകത ലൈസത്ത് ലഹു സബ്വ, അവർക്ക് അഡിക്ഷൻ ഇല്ല എന്നതാണ്. ഇന്ന് അഡിക്ഷൻ ഇല്ലാത്ത ആരാളുള്ളത്? അഡിക്ഷൻ ഇല്ലാത്ത ആരാണുള്ളത്? ലൈസത്ത് ലഹു സബ്വ,
ഇന്നല്ലാഹ അല്ലാഹുക്ക് ഇഷ്ടമാണ് യുഹിബ്ബു മിനശ്ശബാബ് ചില യുവാക്കളെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലയഅജിബു മിനശ്ശബാബ് അങ്ങനെ ഇന്ന ഖുർആനിയുടെ ഉദ്ധരണിയുണ്ട്. ചില ചെറുപ്പക്കാരെ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. യുഅജിബു എന്ന് പറഞ്ഞതനുസരിച്ച് നാളെ മഹ്ശറയിൽ നാളത്തെ ലോകത്ത് അവരെ കാണുമ്പോൾ അല്ലാഹുക്ക് അത്ഭുതമാണ്. ഇങ്ങനത്തെ ആൾ ഇപ്പോഴുണ്ടോ? നമ്മൾ ചില ചെറുപ്പക്കാരെ കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനത്തെ ചെറുപ്പക്കാരിപ്പോഴും ഉണ്ടോ? പള്ളിയുമായി ബന്ധമുള്ളവർ, നന്മയെ ഓടി നടക്കാൻ ഇഷ്ടമുള്ളവർ. അവരെ പ്രത്യേകത ലൈസത്ത് ലഹു സബ്വ, അവർക്ക് യാതൊരു അഡിക്ഷനുമില്ല. ഇന്ന് അഡിക്ഷനില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. അഡിക്ഷനില്ലാത്ത ആളുകൾ ആരാ ഉള്ളത്? ഒരുപാട് അഡിക്ഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഗൂഗിളിൽ. കയറി നോക്കി ചെറുപ്പക്കാര മറ്റു ബ്ലോഗുകളിലേക്ക് മറ്റു അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ട് ആയുസ്സിനെ വൃഥാവിലാക്കുന്നതിന് മുമ്പ് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചേക്ക്. ഒരുപാട് ഐറ്റം അഡിക്ഷൻ ഉണ്ട് ഇന്ന് ലോകത്ത്. ഒന്നാമത്തെ അഡിക്ഷനാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും പരിചയമുള്ളത്, എല്ലാവരും സഹിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ അഡിക്ഷൻ ഫുഡ് അഡിക്ഷൻ. അല്ലാഹുക്ക് ഫുഡ് അഡിക്ഷൻ ഇല്ലാത്ത ചെറുപ്പക്കാരെ ഇഷ്ടാണ്. അവനെ കാണുമ്പോ അല്ലാഹുക്ക് അത്ഭുതമാണ്. ആരാ ഉള്ളത്? ആരെ കാണുമ്പോ അത്ഭുതം ഉണ്ടാവുക? ഫുഡ് അഡിക്ഷൻ ഇല്ലാത്തവർ ആര്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, കാഫിരീങ്ങൾ യഅകുലു കമാ തഅകുലുൽ അൻആം. ഇയ്യാകും വത്തനഉമ, ആസ്വാദനത്തെ, ദുനിയാവിലെ ആസ്വാദനത്തെ ഒഴിവാക്കണേ. നിങ്ങളെ സൂക്ഷിക്കണേ. കാഫിറെന്ന് പറഞ്ഞാൽ അവൻ യഅകുലു കമാ തഅകുലുൽ അൻആം, ആ മൃഗങ്ങളെ ഭക്ഷിക്കുന്ന പോലെ ഭക്ഷിക്കുന്നവർ നമ്മളല്ല. ഫുഡ് അഡിക്ഷൻ ഇല്ലാത്ത ആരുള്ളത്? ഇനി ഏതാ അഡിക്ഷൻ എന്നറിയോ? ലവ് അഡിക്ഷൻ. ഇതില്ലാത്തവർ ആരാ ഉള്ളത്? മൂന്നാമത്തെ അഡിക്ഷൻ. നാലാമത്തെ അഡിക്ഷൻ. ഒന്ന് ഡ്രഗ് അഡിക്ഷൻ, രണ്ട് ഫുഡ് അഡിക്ഷൻ, മൂന്ന് ലവ് അഡിക്ഷൻ. ഒരു ചോട്ടൊക്കെ ഞാനത് പറയുന്നില്ല, ഒഴിവാക്കുക. നാലാമത്തെ അഡിക്ഷനാണ് ഇന്റർനെറ്റ് ആൻഡ് വീഡിയോ അഡിക്ഷൻ. ഇതില്ലാത്തവർ ആര്? ഖിയാമത്ത് അടയാളമല്ലാതെ എന്തായതിനെ കുറിച്ച് പറയാം. കർണാടകയിലെ കക്കിഞ്ച എന്ന് പറയുന്ന ഗ്രാമത്തിലെ വിജനമായ പ്രദേശത്താണ്. അവിടെ മുഫത്തിഷായിട്ട് ഡ്യൂട്ടി ലഭിച്ച ഒരു ഉസ്താദ് അവിടുത്തെ സ്ഥാപനത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി യാത്ര പോയത് ഒരു ബസ്സിലായിരുന്നു. ബസ്സിലെ ഡ്രൈവർ, ബസ്സിലെ കണ്ടക്ടർ, മറ്റു സഹയാത്രികർ എല്ലാവരും ഉണ്ട്. സാധാരണ നമ്മുടെ നാടുകളിലെ പോലെ കർണാടകയിലൂടെ യാത്ര ചെയ്ത ആ മുഫത്തിഷ് ഉസ്താദിനുണ്ടായ അനുഭവം കഴിഞ്ഞ ദിവസം അഥവാ ഏപ്രിൽ 1 സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആവശ്യമായ ബസ് ഫെയർ കൊടുത്തിട്ട് 3 രൂപ ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഉസ്താദിനെ താഴെ ഇറക്കി വിട്ടു. ബസ്സിൽ നിന്ന് വിജനമായ സ്ഥലത്ത് 3 രൂപയുടെ ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ആളുകൾ താനിലേക്ക് മടങ്ങാൻ തുടങ്ങി, സെൽഫിഷാവാൻ തുടങ്ങി. ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയാറുണ്ട്. ഈ പ്രദേശത്തേക്ക് എത്രയോ കുട്ടികൾ അവരുടെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നിന് വന്നിട്ടുണ്ടാവാം. ഏപ്രിൽ മെയ് മാസത്തിൽ വരും. ആ സമയത്ത് ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുന്നത് അതൊരു പ്രയോഗമായി, അതൊരു ഐറണിയായി നമ്മളൊക്കെ കണ്ടിരുന്നു. എന്നാൽ ഇന്ന് അതൊരു വിരോധാഭാസമേയല്ല. കുട്ടികളൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ തനിയാണ്. എത്രയോ പേരുള്ള ഒരു മീറ്റിംഗിലെത്തിയാൽ നമ്മൾ നമ്മുടെ ലോകത്താണ്. വീഡിയോ ആൻഡ് ഇന്റർനെറ്റ് അഡിക്ഷൻ. ഇതില്ലാത്തവരെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമിന്റെ അടയാളമല്ലാതെ മറ്റെന്ത്? ആളുകൾ താനിലേക്ക് മടങ്ങി. ഈ ഉസ്താദിന്റെ കഥയിൽ തന്നെ പറയുന്നുണ്ട്, ആ ഉസ്താദ് കണ്ടക്ടറോട് കെഞ്ചിയത്രേ, 3 രൂപയല്ലേ ബാലൻസ്, ഞാൻ ഇറങ്ങിയിട്ട് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ എനിക്ക് ഞാൻ തന്ന കാശിന് ബാക്കി വരുന്ന പൈസ തരണ്ട എന്ന് പോലും പറഞ്ഞിട്ട് ആ ശിലാഹൃദയനായ കണ്ടക്ടർ സമ്മതിച്ചില്ല, ഇറക്കി വിട്ടു. ആളില്ലാത്തൊരിടത്ത്
അതിനേക്കാളും അത്ഭുതം, സഹയാത്രികരായി ഒത്തിരി പേര് സീറ്റുകളിലുണ്ട്, നിൽക്കുന്നവരായിട്ടുണ്ട്. ഒരാള് പോലും അത്രയും ശബ്ദമോ പ്രശ്നമോ ആ ബസ്സിനകത്ത് നടന്നിട്ട് പോലും ഒരാളും ശബ്ദിക്കാനോ ഒരാളും ഉസ്താദിന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാനോ ഒന്നില്ല. ഈ ഒരു ലോകം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. വഷളായ ലോകത്തേക്കാ കടന്നു പോകുന്നത്. ഓരോരുത്തരും സെൽഫിഷായി. അതിൽ നിന്ന് വന്നതല്ലോ സെൽഫി എന്ന് പറയുന്നത്. സെൽഫിയുടെ ലോകം ഖിയാമിന്റെ അടയാളമല്ലാതെ വേറെന്ത്? പടച്ചവന്റെ മുന്നറിയിപ്പുകളല്ലാതെ വേറെന്ത്? ഗൂഗിൾ ഉസ്താദ് പറയട്ടെ, കുട്ടികൾക്കറിയാം ആരാണ് ഗൂഗിൾ ഉസ്താദ് എന്ന് ചോദിച്ചു നോക്ക്. 2014 29 മില്യൺ സെൽഫികളാണ് ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ മാത്രം എടുത്തുപോയത്. 2014 ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ മാത്രം 29 ദശലക്ഷം സെൽഫികളാണ് ഒരു ഡെയിലി എടുത്തുപോയത്. 2014 365 ദിവസവും 29 മില്യൺ സെൽഫികൾ. ഇബാദത്ത് പോലും സെൽഫിയാക്കിയവർ. മത്താഫിലൂടെ ഇടതുഭാഗത്ത് കഅബയെ നിർത്തിയിട്ട് ഭവ്യതയോടെ പടച്ചവനൊരുക്കുന്ന യമാനിയുടെ മുമ്പിലും സ്വർണ്ണപ്പാത്തിയുടെ താഴെയും വെച്ച് ഹജറുൽ അസ്വദിന്റെ മേലെ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് അർപ്പിച്ചു പോവേണ്ട സ്ഥലത്ത് പോലും സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് തന്റെ മുഴുവൻ തവാഫും ഒപ്പിയെടുക്കുന്ന ചെറുപ്പക്കാർ. പടച്ചറബ്ബേ, ഏത് ലോകത്തേക്കാണ് അത്ര പോകുന്നത്? വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് 1-2 സെക്ഷനുകൾ കഴിഞ്ഞ ശേഷമാണ് തിരക്ക് കുറക്കാൻ വേണ്ടി സൗദി ഔക്കാഫ് നിർദ്ദേശിച്ച പോലെ പോലീസുകാരുടെ സഹകരണത്തോടെയാണ് റൗള ഷരീഫിലേക്ക് എത്തുന്നത്. ആ റൗള ഷരീഫിലെത്താൻ ഇത്ര കഷ്ടപ്പെട്ടു പോകുന്ന ചിലരെ ഞാൻ കണ്ടു. കഷ്ടപ്പെട്ടു പോവാൻ കുറക്കെ റിസ്ക് എടുത്തിട്ട് പോവാ. റൗള ഷരീഫിൽ കയറിയാൽ ഹബീബിനോട് സലാം പറയാൻ, കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ആരംഭ ഹബീബിനോട് സലാം പറയാൻ, മദീനയുടെ നായകനോട് സലാം പറയാൻ, ഖൈബറിന്റെ പടനായകനോട് സലാം പറയാൻ, ലോകത്തിന്റെ രാജകുമാരനോട് സലാം പറയാൻ, മദീനയുടെ നിലാവിനോട് സലാം പറയാൻ, ഓരോ ജീവജാലങ്ങളും തന്റെ ചിത്രത്തിൽ കൊണ്ടു നടക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ ഹേതുവായ ആരംഭപ്പൂവിനോട് സലാം പറയാൻ വേണ്ടി തൊട്ടടുത്തും റൗളയിലൂടെ പോയാൽ, അല്ലെങ്കിൽ 2-3 മീറ്ററുകൾക്ക് പുറത്ത് നിന്ന് ഇങ്ങനെ സലാം പറയും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയേണ്ടി വരും. 2 സുഗണ്ട്. ഒന്ന് റൗളയിൽ നിസ്കരിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അവിടെ അവസരമുണ്ട്. അതിനു വേണ്ടിയാണ് ആളുകൾ നിൽക്കുന്നത്. എന്നാൽ പരശതങ്ങൾ തെക്കുകൂടിയിട്ട് 100 പേർക്ക് ചുരുങ്ങി കഷ്ടിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന റൗളയിലേക്ക് കഷ്ടപ്പെട്ട് 3/4 മണിക്കൂറോളം കാലുവേദനിച്ച് ഒരു നേരത്തെ 10 മിനിറ്റിന്റെ നിസ്കാരത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ചിലരെ ഞാൻ കണ്ടു. എല്ലാ സമയവും കഴിഞ്ഞിട്ട് പോലീസുകാരവരെ റൗളയിലേക്ക് മെല്ലെ കടത്തിവിടുന്ന സമയത്ത് ചെന്ന് 2 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിഞ്ഞ് പടച്ചവന് ദ്വാന്റെ കബിലയായ ആകാശത്തേക്ക് കൈയർത്തിയിട്ട് ഒന്ന് വിങ്ങിപ്പെട്ടാൻ പോലും സമയം കണ്ടെത്താതെ നേരെ എണീച്ചോടുന്നവരെ കണ്ടു. എവിടക്കാ പോണത്? റൗളയുടെ തൊട്ടടുത്ത് ചെന്നിട്ട് ഹബീബിന്റെ ആ റൗള ഷരീഫിലേക്ക് ചൂണ്ടിയിട്ട് സെൽഫി എടുക്കാൻ തിരക്ക് കുറയും. അതിനുവേണ്ടി പടച്ചവനെ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ചെയ്യുന്ന ഇബാദത്തിൽ ഒരാൾക്കും ഷെയർ കൊടുക്കരുത്. സയ്യിദുനാ മർഹൂം ഉമർ അലൈഹി ശിഹാബ് തങ്ങൾ മരിച്ചത് റജബിലാണ്. അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവരൊക്കെ ചെയ്തു പോയ ഇബാദത്തുകൾ ഒരാൾക്കും ഷെയർ കൊടുക്കാത്തതായിരുന്നു. അവരുടെ കണ്ണോത്തിന്റെ ദിവസമല്ലേ പാണക്കാട്ട് മുറ്റത്തെത്തിയത്. ആ പാണക്കാട്ട് ആ മഹല്ലിലെ 10ഓളം വീട്ടുകാർ ഉമർ അലി ശിഹാബ് തങ്ങളുടെ ചെലവിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾക്കൊരു കടയിൽ ഏൽപ്പിച്ചു. കാശ് കൊടുത്തത് തങ്ങളായിരുന്നു. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഒരാളും അറിഞ്ഞതേ ഇല്ല അവരെ വഫാത്ത് വരെ. അങ്ങനെയല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്? എന്നിട്ട് സെൽഫി എടുത്ത് ആർക്ക് കൊടുക്കാൻ? അസ്രായിലിന് കൊടുക്കാനോ? ആർക്ക് കൊടുക്കാൻ? വൈവക്ക് മുമ്പിൽ നമ്മുടെ ക്വാളിഫിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന പോലെ ഞാൻ ചെയ്ത ഹജ്ജ്, ഞാൻ ചെയ്ത തവാഫിന്റെ ഡിസ്ക് കൊടുക്കാനാണോ?
എന്തിനാണിതൊക്കെ? അള്ളാഹു തന്ന മുന്നറിയിപ്പുകളാണ്. ഇത്തരം ആളുകളെ കണ്ടാൽ, സെൽഫി ഭ്രമം ബാധിച്ചു പോയവരെ കണ്ടാൽ ഓർക്കണേ, ഈ ഭൂമി തകരാൻ പോവുകയാണെന്ന്. 2014 മാത്രം 29 ദശലക്ഷം ആൻഡ്രോയിഡ് ഫോണുകളിലോ മാത്രം സെൽഫി എടുത്തു. ഇനി ഉപയോക്താക്കൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ കൂടിക്കാണും. 2017 എത്രയാണാവോ എടുത്തു പോകുന്നത്? ഇങ്ങനെ സെൽഫി ബാധിച്ചു പോയാൽ അമേരിക്കൻ സൈക്യാട്രിസ്റ്റുകളും അങ്ങ് UK-യിലെ സൈക്യാട്രിസ്റ്റുകളും കൂടിച്ചേർന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ മാസം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ സെൽഫിയുടെ ആളുകൾ വളർന്നു വരുന്ന ലോകത്ത് 2 രോഗങ്ങൾ പടർന്നു വരാൻ സാധ്യതയുണ്ട്. 2 രോഗങ്ങൾ പടർന്നു വരാൻ സാധ്യതയുണ്ട്. 2 രോഗങ്ങൾ. ഒരു രോഗം ഞാൻ പറഞ്ഞു തരാം, അത് സൈക്കോപ്പതിയാണ്, ലാക്ക് ഓഫ് എമ്പതി. ഒരാളോടും ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരാളോടും ഒരു മമതയുണ്ടാവില്ല, ഒരാളോടും ഒരു സ്നേഹവും ഒരു കരുണയും ഒരാൾക്കുണ്ടാവില്ല. ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ കേട്ടിരുന്നു, ബൈക്ക് ആക്സിഡന്റ്, മറ്റ് ആക്സിഡന്റിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതുകൊണ്ട് രക്തം വാർന്ന് റോഡിൽ കിടന്ന് മരിച്ചുവെന്ന് ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളും ലാഘവത്തോടെ ഹെഡിങ് കൊടുക്കാൻ തുടങ്ങിയില്ലേ? കേരളത്തിലെ മലബാറില് ഇത്തിരിയെങ്കിലും വിജ്ഞാനവും സ്നേഹവും ഉണ്ട് എന്ന് പറയുന്ന മലബാറിൽ പോലും ഇത്തരം ഹെഡിങ്ങുകൾ നമ്മൾ കാണാൻ തുടങ്ങിയില്ലേ? ഒരാളോടും ഒരു സ്നേഹവുമില്ല, ഒരു മമതയുമില്ല. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ വൈറലായിരുന്ന മറ്റൊരു വിഷയമായിരുന്നുവല്ലോ, ഒരു ഉമ്മയെ ഒരു മകൻ അടിക്കുന്ന ചിത്രം, വീഡിയോ. ഒരു ഉമ്മയെ ഒരു മോൻ അടിക്കും. ആരാണുമ്മ? ഞാനത് വിശദീകരിക്കേണ്ടതില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ആ ചെറുപ്പക്കാരൻ ആ വൃത്തിഹീനമായ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും എനിക്ക് വേദന ഉണ്ടാക്കിയത് വേറൊരാൾ വീഡിയോ എടുക്കാണിത്. വേറൊരാൾ വീഡിയോ എടുത്തിട്ട് ഇത് വൈറലാക്കാൻ. സ്നേഹമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഒരിക്കലയില്ല. അല്ലാഹു ഈമാൻ ഒരിക്കലയില്ല. ഇല്ലാ മിൻ ശഖീ. റഹ്മത്തിനെ പടച്ചോൻ ഊരുന്നത് പരാജിതൻ എന്ന ഫീൽ ചെയ്യപ്പെടുമ്പോഴാണ് ഹൃദയത്തിൽ. ലാ തൻസഉർ റഹ്മ ഇല്ലാ മിൻ ശഖീ. കരുണ വറ്റുമ്പോ പേടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരാജിതരുടെ ശീലി വെച്ചിട്ടുണ്ടാവും. കരുണയില്ല ആരോടും, ഒരാളോട് സ്നേഹമില്ല. സെൽഫി കൊണ്ടുവരുന്ന ഒരു രോഗമാണിത്. സെൽഫി കൊണ്ടുവരുന്ന ഒരു അപകടമാണിത്. ഒന്ന് എണീറ്റിരുന്നൂടെ? സല്ലല്ലാഹു അല സഹോദരിമാരോട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതല്ലതും റോട്ടിൽ തള്ളടോ. അല്ലാഹയില്ലെങ്കിലൊന്നുമേ ഇല്ല, എല്ലാം എല്ലാം അല്ലാഹയാണടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹയല്ലാതെ ഇനി നമ്മളെ രക്ഷപ്പെടുത്താൻ വേറെ ആരാളുള്ളത്? സ്വയം നമ്മൾ മടങ്ങുന്നില്ലെങ്കിൽ, സ്വയം നമ്മൾക്ക് പോവാൻ ഇനിയും കിബറാണെങ്കിൽ, ഇനിയും നമുക്ക് തിരിച്ചു നടക്കാൻ കിബറാണെങ്കിൽ, അതുകൊണ്ട് ലൈസത്ത് ലഹു സബവ, സബവത്ത് വരിക, സബവത്തുള്ള ചെറുപ്പക്കാർ കുറയുക എന്നത് അല്ലാഹ് അത്തരം ചെറുപ്പക്കാരെ, അഡിക്ഷനില്ലാത്ത ചെറുപ്പക്കാരെ കാണുന്നത് വലിയ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യദ്ഹബുർ റിജാൽ യദ്ഹബുർ റിജാൽ, ആളുകൾ പോകുന്നതാണ്. വതബഖൻ നിസാ, സ്ത്രീകൾ ബാക്കിയാവുന്നതാണ്. യദ്ഹബുർ റിജാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നൊരു മുന്നറിയിപ്പാണ്. യദ്ഹബുർ റിജാലു, ആണുങ്ങൾ കുറയും, ആണുങ്ങൾ പോകും. വതബഖൻ നിസാ, സ്ത്രീകൾ ബാക്കിയാവുകയും ചെയ്യും. ഒരുപാട് പഴയ കാലത്ത് ഒരുപാട് ഉസ്താദുമാർ ഈ ഹദീസിന് വ്യാഖ്യാനം നൽകിയത് പരിശുദ്ധ ഹദീസിന്റെ കിതാബുകളിലും വ്യാഖ്യാനങ്ങളിലുമുള്ളത്. യദ്ഹബുർ റിജാലു, ആണുങ്ങൾ മരണപ്പെട്ടു പോകും. വതബഖൻ നിസാഉ, പെണ്ണുങ്ങൾ വിധവകളായി മാറുകയും ചെയ്യും. ഞാനിങ്ങനെ ആലോചിക്കാൻ, യദ്ഹബുവിന്റെ അർത്ഥം 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ അറിയാം. പോകുക എന്നർത്ഥം. യദ്ഹബുർ റിജാൽ, ആണുങ്ങൾ പോകും. അത് നാട്ടിൽ നിന്ന് പോലും ആയിക്കൂടെ?
വതബഖൻ നിസാ, കള്ളന്തോടും മഹല്ലിൽ പെണ്ണുങ്ങൾ ബാക്കിയാവും, ആണുങ്ങളൊക്കെ വിദേശത്ത് പോകും. ഇത് അല്ലാഹു തരുന്ന മുന്നറിയിപ്പാണ്. ആയിക്കൂടെ അങ്ങനത്തെ ചിന്തയാണ്, ആയിക്കൂടെ നമുക്ക് 50 പേർക്ക് ഒരാണ്, 50 പെണ്ണുങ്ങൾക്കൊരാണ്, ഒരു മുത്തമ്മാന്റെ മോന് ഒരു ഇളയമ്മാന്റെ മോന് മാത്രമാ കുടുംബം മൊത്തം നോക്കാൻ. ഇങ്ങനെയുള്ള കാലഘട്ടം ഖിയാമിന്റെ അടയാളം അല്ലാഹു തരുന്ന മുന്നറിയിപ്പാണ്. എനിക്കിവിടെ ഒന്നുകൂടി കടന്നു പറയണമെന്നുണ്ട്, പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു മിനിറ്റ് കട്ട് ചെയ്ത് പുറത്താൻ സാധ്യതയുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. 50 പേർക്ക് ഒരാളാവുക എന്നുള്ളിടത്ത് ഇന്ന് ഏറ്റവും ആപ്റ്റായ ഒരു പരിപാടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ പറഞ്ഞാൽ വലിയ വിഷയം. മഹത്തായ ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതിങ്ങനെ കാണുമ്പോ തോന്നും, പടച്ചോനെ റസൂലുള്ള പറഞ്ഞ അതേ ഹദീസ് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണും. എന്താ സംഭവം? കുറെ ആൾക്കെങ്കിലും ഇവിടുത്തെ ഇതവസാന നാളിൽ വരാനുള്ളത്, ഇതവസാന നാളിൽ സംഭവിക്കാനുള്ളത്, ഇതല്ലാഹു തരുന്ന നാളത്തെ അപകടത്തിന്റെ ആപൽ സൂചനകളാണ്. അതുപോലെ തന്നെ തഹ്വീനുൽ അമീൻ, വിശ്വസിക്കാൻ കൊള്ളുന്നവരെ ആളുകൾ വഞ്ചിതരായി കാണും. അവരൊന്നും വിശ്വസിക്കൂല. എന്നാൽ ഹായിനീങ്ങളായ ആളുകളെയാണ് വിശ്വസിക്കുക. സാധുമാരെ, മറ്റു സാദാത്യങ്ങളെ, നന്മയുടെ അഹരികാരൊന്നും വിശ്വാസം വരില്ല. എന്നാലോ വഞ്ചിതരായ ആളുകളെ വിശ്വസിക്കുകയും ചെയ്യും. സയൻസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഓക്കെ, വലിയ ഉഷാറാണ്. ഈ അടുത്ത കാലത്ത് 2 കൊല്ലമായിട്ട് ഞാൻ എപ്പോഴും നോക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ നിരീക്ഷകര്. ഓര് പറയും അടുത്ത ആഴ്ച മുതൽ 4 ദിവസം മഴ ഉണ്ടെന്ന്. മഴ ഭാഗത്ത് തന്നെ കാണൂല. നമ്മളൊന്ന് ആലോചിച്ചു, മഴ അന്ന് തന്നെ ഉണ്ടാവൂല. എന്നാൽ മഴ പെയ്യില്ല, ഭയങ്കര ഉഷ്ണായിരിക്കും. അന്ന് കാർമേഘം ഇങ്ങനെ വന്നിട്ട് മഴ പെയ്യും. 2 വർഷത്തിന് ശേഷം വളരെ വ്യക്തമായി കാണാം, ഒരു പിടുത്തം കൊടുക്കാതെ. ആരാണ് അല്ലാഹു? ആളുകൾ അവിശ്വസിക്കാൻ തുടങ്ങും, ആളുകൾ അവിശ്വസിക്കാൻ തുടങ്ങും. ഈ നല്ല ആളുകളെ വിശ്വസിക്കാതിരിക്കുകയും എന്നാൽ ഹായിനീങ്ങളായ ആളുകളെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം. ബക്കറ്റ് പിരിവുന്നുണ്ട്, നല്ല ഒരു സംഖ്യ കൊടുത്ത് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിനും ഈ സൗകര്യത്തിനൊക്കെ ഒരുപാട് ചെലവുള്ളതാണ്, ഓരോരുത്തർക്ക് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവനകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ അവസാന നാളിൽ അല്ലാഹു തരുന്ന മുന്നറിയിപ്പിൽപ്പെട്ടതാണ്, അല്ലാഹു തരുന്ന മുന്നറിയിപ്പിൽപ്പെട്ടതാണ് കാര്യങ്ങളും ഇസ്ലാം കോളേജുകളും വർദ്ധിച്ചു വരിക എന്നത് തെറ്റെന്നല്ല, അതൊരടയാളമാണ്. എന്നാലോ പണ്ഡിതന്മാരും ഫഖീഹുകളും കുറയുക എന്നത്. കേരളം ഫഖീഹുകളുടെ നാടായിരുന്നു. അഗാധമായ ഫിഖ് അറിയുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് കുറഞ്ഞേ പോവാണ്. പകരം എല്ലാ ആദരവും അദബും വെച്ചുകൊണ്ട് പറയട്ടെ, ഹദീസിന്റെ മാന മാത്രം പറഞ്ഞോട്ടെ. ഫിഖ് കോളേജുകൾ വർദ്ധിച്ചു വരിക, ഇസ്ലാം കോളേജുകൾ വർദ്ധിച്ചു വരിക തെറ്റെന്നല്ല, നല്ല എന്നാണ്. പക്ഷെ അതൊരു സൂചനയാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച, അള്ളാഹു നമുക്ക് തരുന്ന ഒരു സൂചനയാണ്. ലോകം നശിക്കാൻ സമയമായിട്ടുണ്ട് എന്നല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില സൂചനകളാണ്. يأتي على الناس زمان ما يبالي المرء ما أخذ منه أم من الحرام أم من الحلال. ഹലാലോ ഹറാമോ എന്ന വിഷയമില്ലാതെ സമ്പത്ത് വാരിക്കൂട്ടുന്ന ഒരു സമുദായം. ഇത് ഖിയാമിന്റെ മുമ്പുള്ള മുന്നറിയിപ്പാണ്. ഇന്ന് ആർക്കാ ഹലാല് ഹറാം എന്നുള്ളത്? പരിഹസിക്കുന്നവരെയും കളിയാക്കുന്നവർക്കും വൈലെന്ന നരകം അല്ലാഹു തയ്യാറാക്കി. ഹുമസ സൂറത്ത്. വൈലുൽ കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലഹു വഅദ്ദദ.
ഒരു മുനാഫിഖായ മനുഷ്യൻ എല്ലാ സ്ഥലത്തു നിന്നും ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ വലിച്ചു വാരിക്കൊണ്ടുവന്ന് തന്റെ അക്കൗണ്ടിൽ വെക്കുകയും കാശില്ലാത്തവരെ കാണുമ്പോൾ വഴിയിൽ വെച്ച് പരിഹസിക്കുകയും ചെയ്തു. അവരെ സബബായിട്ടാണ്, അവരുടെ പേരിലാണ് ഈ സൂറത്തിറങ്ങുന്നത്, ഹുമസ സൂറത്തിറങ്ങുന്നത്. ആളുകളെ പരിഹസിക്കുകയും ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ കാശികൾ സ്വരൂപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നഷ്ടമാണ്, അവർക്ക് വയലുണ്ട് എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അല്ലദീ ജമാ മാലൻ വഅദ്ദദാ, ഹലാലോ ഹറാമോ നോക്കാതെ ജമാ, അവർ അസംബിൾ ചെയ്യും വസ്തുക്കളെ, പൈസയെ. വഅദ്ദദാ, പിന്നെങ്ങനെ എണ്ണി നോക്കുകയും ചെയ്യും. വെറുതെ ATM പോയിട്ട് കാർഡൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടി വരും, ഒന്ന് സംതൃപ്തിയാണ്, പിന്നെ നാളെ. മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവനെന്നെ മഹല്ലിലെ സെക്രട്ടറി ആക്കിയത്, നാട്ടിലെ പ്രസ്റ്റേജ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മഹല്ലിലെ മറ്റേതെങ്കിലും സംഘടനകളിലെ ഒരു മെമ്പർഷിപ്പ് എനിക്ക് കിട്ടിയത് ഈ സമ്പത്താണെന്ന് അവൻ വിചാരിക്കുന്നത്. മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ, ദുനിയാവിൽ അവന് എറ്റേണലാക്കിയത് സമ്പത്താണെന്ന് അവൻ വിചാരിക്കുകയും ചെയ്യുന്നു. അജിയാർക്ക് രോഗമായി, പെട്ടെന്ന് രാത്രി 12 മണിക്ക് ശേഷം സംസാരിച്ചു, പള്ളി നിസ്കരിച്ചൊക്കെ പോയ ആളാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന, മോനെ വിളിച്ചു. ഉറങ്ങിക്കിടന്നവൻ ഉറക്കച്ചവടുകളോടെ വന്നു, പോർച്ചിൽ കിടന്ന കാറെടുത്തിട്ട് ശീഘ്രം പോയി കോഴിക്കോടെത്തി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചു. അവര് പറഞ്ഞു പെട്ടെന്ന് മെട്രോ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു, ബ്ലോക്ക് നീക്കി, ലക്ഷങ്ങളായി. 2-3 ദിവസം അവർ ഐസ്കൂലൊക്കെ നിന്ന് തിരിച്ചു വന്നു. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ ആചാരെ കാണാൻ പോയി. ആചാരിങ്ങനെ ആലോചിക്കുക, വന്നവരോട് സലാം പറഞ്ഞിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്റെ അയൽവാസി മുഹമ്മദിനായിരുന്നു ഈ അസുഖം വന്നെങ്കിലെന്ന്. നല്ല വിചാരാണ്, റഹ്മത്തിന്റെ വിചാരൊക്കെയാണ്. ശേഷം പറയുന്നത് അബദ്ധായി പോയത്. ആചാര്യ പറയാണ്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, എന്റെ അയൽവാസിയാണ്, കൂലിയും തൊഴിലൊന്നുമില്ല, കുറെ മക്കളുണ്ട്, കഷ്ടപ്പാടാണ്. അവനായിരുന്നു ഈ ഹാർട്ടിന്റെ ബ്ലോക്ക് വന്നത് എങ്കിൽ എന്റെ അക്കൗണ്ടിൽ 4-5 ലക്ഷം ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ല. അയഹ്സബു അന്ന മാലഹു അഖ്ലദ, പൈസയാണ് അവന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കാരണമായത് എന്നാണ് ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിലയില്ല, പൈസ തീരുമാനിക്കുന്ന കാലം. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാൻ, അങ്ങനൊരു കാലം വരാനുണ്ട്. അമ്മിനൽ ഹറാം അമ്മിനൽ ഹലാൽ, ഹലാലോ ഹറാമോ എന്ന് നോക്കാത്ത കാലം കിട്ടിയാൽ മതി. ആര് ബ്ലേഡ് വെച്ചാലും വേണ്ടിയില്ല, ആര് ഓർഫനേജിലാക്കിയാലും വേണ്ടിയില്ല. ഇത് മുന്നറിയിപ്പാണ്. യാ അഖീ അയാ സൗജി ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഗൾഫിലേക്ക് പോകുമ്പോ തന്റെ വാതിലിന്റെ ഉള്ളാദത്തെ ചെടി പിടിച്ചിട്ട് ഉമ്മമാര്, ഭാര്യമാര്, ആങ്ങളമാരോട് പെങ്ങന്മാരൊക്കെ വസിയത്ത് ചെയ്തിരുന്നു. ഭർത്താക്കന്മാരോട് ഭാര്യമാരൊക്കെ 2 തലമുറകൾക്കപ്പുറത്തുള്ള സ്ത്രീകൾ വസിയത്തിലായിരുന്നു. യാ അഖീ വയാ സൗജി, ഭർത്താവ്, ഇന്നാ നസ്ബിറു അലൽ ജൂ, വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇയ്യാകും വൽ കസ്ബൽ ഹറാം, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. 2 വർഷത്തെ അഗ്രിമെന്റ് വിസക്കാൻ നിങ്ങൾ പോണത്. നാട്ടുകാരുമില്ല എന്ന് വിചാരിച്ച്, എന്നെ കാണില്ല എന്ന് വിചാരിച്ച്, ഒരാളും അറിയില്ല എന്ന് വിചാരിച്ച് ഫിലിപ്പൈൻകാരുടെ പിന്നാലെ പോകല്ലേ, ശ്രീലങ്കക്കാരിയോട് അഫയർ കേസിൽ പെടല്ലേ എന്ന് വസിയത്ത് ചെയ്തു പോകുന്ന ഉമ്മമാര്. വൽ കസ്ബൽ ഹറാം, ഹറാമായ സമ്പാദനത്തിൽ നിന്നും നിൽക്കണേ എന്ന് വസിയത്ത് ചെയ്തു പോയ ഉമ്മമാരുണ്ടായിരുന്നു. ഇന്നത്തെ വസിയത്ത് എന്താണ്? അമ്മിനൽ ഹലാൽ അമ്മിനൽ ഹറാം. ഏതായാലും പ്രശ്നമില്ല എന്ന് പറയുന്ന ലോകം, ഇത് കിട്ടണം അത് കിട്ടണമെന്ന് പറയുന്ന ആക്രാന്തത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഹറാമായ സമ്പാദനത്തിൽ നിന്നാണ് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ വരുന്നത് എങ്കിൽ അത് വേണ്ട. അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന, അവിടുത്തെ കുറവ്, നഖ്സാനിയത്ത് എന്ന് പറയുന്നത്, കുട്ടിയെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് പിൻവലിക്കേണ്ടി വരും. ഡൊണേഷൻ കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥ വരാം. ശരി തന്നെ, അത് നമുക്ക് ക്ഷമിച്ചു കളയാൻ. നാട്ടിൽ വേറെ സ്ഥാപനങ്ങളുണ്ട്.
ഭക്ഷണത്തിൽ മന്തി ഒഴിവാക്കേണ്ട ഒരു പ്രശ്നമില്ല, അത് നമുക്ക് സഹിക്കാവതേ ഉള്ളൂ. എന്നാൽ ഹറാമ് തിന്നിട്ട് നറിഷ്മെന്റ് കിട്ടിയ ബോഡി പിന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയത് നരകത്തിലേക്കല്ലാതെ വേറെ വിടക്കാണ് ഭർത്താവ്. അതുകൊണ്ട് ഹറാമിന്റെ കാശ് കൊടുത്തയക്കല്ല, മക്കളെയും എന്നെയും ചീറ്റിപ്പിക്കല്ല എന്ന് പറയുന്ന ലോകമുണ്ടായിരുന്നു എന്നത് മാറിപ്പോയി. അതൊരു മുന്നറിയിപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന അമ്മിനൽ അമ്മിനൽ ഹറാം എത്രയോ മുന്നറിയിപ്പുകൾ കഴിഞ്ഞുപോയി. ആയിരക്കണക്കിന് മുന്നറിയിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായി നമ്മുടെ മുമ്പിൽ തന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നുപോയിട്ടുണ്ട്. ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം ലഖദംന നിസാഅകും നിസാഅഹും കമാ യഖ്ദുംനകും നിസാഉൽ ഉമമി ഖബലാ. ഇന്ന് അറബ് നാട്ടിൽ ചെന്ന് നമ്മുടെ സഹോദരിമാര് അവിടത്തെ അടുക്കളയിൽ നമ്മൾ അവിടത്തെ പേരുവയിലത്ത് ജോലി ചെയ്യുന്ന പോലെ ഇനിയൊരു കാലം വരാനുണ്ട്. മലബാറിലേക്ക് അറബികൾ ജോലിക്ക് വേണ്ടി കയറുന്ന കാലം വരാനുണ്ട്. സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒന്നും ഇവിടെ സംഭവിക്കാതിരുന്നിട്ടില്ല. അവര് നമ്മൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന അവസ്ഥ വരും. അവിടേക്കുള്ള സൂചനയാണോ ആവോ ഈ ഒരു സാമ്പത്തിക മാധ്യമൊക്കെ? ഇത് വരാൻ പോണതാണ്, ഇത് വരാൻ പോകുന്നതാണ്. വിവരമില്ലാത്തവർ ഇസ്ലാമിക കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന കാലം ലോകത്ത് വരാനുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന മുന്നറിയിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റുവൈബിഗമാര് കടന്നു വരും. സഹാബത്ത് ചോദിച്ചു, റുവൈബിഗ യാ റസൂലല്ലാഹ്, ആരാണ് റുവൈബിഗമാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അസ്സഫീഹു യൻതിഖു ഫീ അംറിൽ ആം, പൊതുകാര്യങ്ങളിൽ പച്ച വ്യക്തികൾ അഭിപ്രായം പറയുന്ന കാലം. അലക്ക പൊതു എംഎൽഎമാര് പറയാ ഒന്നും അറിയില്ല, എന്നാലും അവരെ വക എന്തെങ്കിലും ഒരു കമന്റ് ചാനലുകാരിൽ നടക്കുകയും ചെയ്യും. ഇതൊക്കെ അല്ലാഹു തരുന്ന ആദം സൂചകങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ കണ്ടൊരു കാര്യമാണ്. അരടത്തോളം ഹദീസെങ്കിലും ഈ വിഷയ സംബന്ധിയായി ഞാൻ ചർച്ച ചെയ്തപ്പോ, ഞാൻ പരിധി നോക്കിയപ്പോ കണ്ടതാണ്. സഹോദരിമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് കച്ചവടത്തിൽ സഹായികളാകുമെന്ന്, ലേഡീസ് സെല്ലേഴ്സുകൾ കടന്നു വരുമെന്ന്. ഞാൻ ആരെയും ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല. ഇതെന്നോ പോപ്പുലറാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് അല്ലാഹു തരുന്ന മുന്നറിയിപ്പാണ്. അവളുടെ ഭർത്താവിനെ സഹായിക്കുന്ന, കച്ചവടത്തിൽ സഹായിക്കുന്ന സഹോദരിമാര്, ഭാര്യമാര്, ഉമ്മമാര് കടന്നു വരുന്ന കാലം അല്ലാഹു ഈ ലോകം നശിക്കാനായിട്ടുണ്ട് എന്നതിന് തെളിവായി തരുന്നതാണെന്ന് റസൂലുള്ളാഹി. പുതിയ പുതിയ മോഡൽ വാഹനങ്ങൾ കടന്നു വരുന്നത് അല്ലാഹു ലോകം നശിക്കാനായിട്ടുണ്ട് എന്നതിന്റെ ഒരു ചെറിയ സൂചനയാണെന്ന് റവാഹിൽ ഹദീസിലെ തഫ്സീർ അസ്സയ്യാറാത്ത്. പുതിയ പുതിയ മോഡൽ വാഹനങ്ങൾ കടന്നു വരുന്നത് അല്ലാഹു തരുന്ന മുന്നറിയിപ്പാണ്. പള്ളികളിൽ ശബ്ദങ്ങൾ ഉയർത്തപ്പെടുന്ന കാലം, വെറുതെ സംസാരിക്കുന്ന കാലം, കച്ചറയുണ്ടാക്കുന്ന കാലം, വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന പള്ളിമുഖങ്ങളിൽ നിന്ന് നടന്ന ഇന്ന് ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മടങ്ങാനല്ലേ നമ്മളൊക്കെ ശ്രമം നടത്തേണ്ടത്. അവൻ തരുന്ന മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാനല്ലേ നമ്മളൊക്കെ ശ്രമം നടത്തേണ്ടത്. അവിടങ്ങളിൽ നിന്ന് ഓടിക്കളയുകയല്ല വേണ്ടത്. അവിടങ്ങളിൽ നിന്ന് ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് ഓടിക്കളയുന്നതിനേക്കാളപ്പുറം അതിനപ്പുറം പുറത്തമിലേക്ക് തിരിച്ചു നടക്കാൻ ശ്രമം നടത്തുക. ഇതെല്ലാം ഹറാമാണെന്നല്ല പറഞ്ഞതിനർത്ഥം. ഇതെല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞത് ഒരർത്ഥവുമില്ല. ഈ പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്, എന്നാൽ പറഞ്ഞതെല്ലാം ഹറാമാണെന്നൊന്നും
അല്ല. പക്ഷേ ഇതൊക്കെ ഒരു സൂചനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നീ പോവേണ്ടവനാണെന്നും ഈ ലോകം തകരാൻ പോവുകയാണ് എന്നതിന്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ, തെളിവുകൾ നമുക്ക് സമർപ്പിക്കാം. ഇനി ഒന്നുകൂടെ കേട്ടോളൂ. ശൈത്താന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ വരാൻ തുടങ്ങും വീട്ടില്. ശൈത്താന് വേണ്ടിയുള്ള വീടുകളും വരാൻ തുടങ്ങും നമ്മുടെ നാടുകളിൽ. എവിടെയാ ശൈത്താൻ പാർക്ക? വസദ്ദുൽ ഖലൽ, സഫുകളിൽ പോലും നിങ്ങൾ വിടവുകളെ നിരത്തണേ. തസാഫു അഖീമു, റസൂലുള്ളാഹിന്റെ ഓരോ നിർദ്ദേശങ്ങളായിരുന്നു. നിങ്ങൾ സഫുകളിൽ വടവുണ്ടാക്കരുത്, അവിടെ ശൈത്താൻ കയറി നിൽക്കുമെന്ന്. അഥവാ ഒഴിഞ്ഞിടങ്ങളിൽ ശൈത്താന്റെ വിഹരകേന്ദ്രങ്ങളാണ് നമ്മുടെ വീടുകളിൽ. പുതിയ പുതിയ വലിയ വലിയ ബിൽഡിങ്ങുകളെ പൊക്കുമ്പോ, രണ്ടാം നില പൊക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയോ സൂചനകളുണ്ട്. തുറക്കാത്ത വീടുകൾ, മാസത്തിലൊരിക്കലെങ്കിലും എത്തിപ്പെടാത്ത വീടുകൾ, ഉമ്മാക്ക് കാലുവേദന, മകളെ കെട്ടിച്ചത്, മകൻ നാട്ടിലുമില്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ് ഈ 5-6 മുറികളൊക്കെ ഉണ്ടാക്കുന്നത്? ശൈത്താന് വേണ്ടിയുള്ള വീടുകൾ മലബാറിൽ എന്റെയും നിങ്ങളുടെയും വീടുകളായി മാറിപ്പോകുന്നുണ്ടെങ്കിൽ തക്കൂറു ശൈത്താന് വേണ്ടിയുള്ള വാഹനങ്ങൾ പോർച്ചിൽ വെറുതെ 4 ആളുകളെടുത്ത് 5 വണ്ടി, 2 ആളുകളെടുത്ത് 4 വണ്ടി, അതിനെന്നെ ആളുമില്ല, ഗൾഫിലാണ്, അത് കവറിട്ട് മൂടി വെച്ചത്. ശൈത്താന് വേണ്ടിയുള്ള വാഹനങ്ങളും ശൈത്താന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളും വീടുകളും കടന്നു വരുന്നത് നാളെ ഈ ഭൂമി തകരാനായിട്ടുണ്ട് എന്നതിന്റെ സൂചനകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുത്താറസൂലിനെ പ്രണയിച്ചു ഒരു ചൊല്ലി പാടി പ്രേമ തിരിശത്താൽ മനം നീറെ കരഞ്ഞു പാടി. ഇഷ്കിന്റെ ബഹറായ റസൂലുള്ളാഹി തിരിഞ്ഞു പോയി വിഷാദത്തിൻ ഇശല് മൂളി കരളെ പൊട്ടി. എന്റെ വ്യത ചൊല്ലാൻ ഇനിയാരെ ഉലകിൽ ബാക്കി, എന്റെ വ്യത ചൊല്ലാൻ ഇനിയാരെ ഉലകിൽ ബാക്കി. സദാ ചിരിച്ചും നിലാവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു. സദാ ചിരിച്ചും നിലാവെന്ന് കരയുന്നു മുഴുതാരാഗണങ്ങളും വിലപിക്കുന്നു. ഇളം തന്നെ കരയുന്നു ഇനിയാറ് തഴുകും ഞാൻ മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല. മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല. മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയത്ത് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാം. പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഈ ഒരു യുഗാന്തരങ്ങളിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് ഒന്ന് മടങ്ങണേ റബ്ബിലേക്ക്, ഒന്ന് തിരിച്ചു നടക്കണേ റബ്ബിലേക്ക്. നാളെ സമയമുണ്ട് എന്ന് വിചാരിക്കില്ല. അള്ളാന്റെ മുന്നറിയിപ്പ് വന്നാൽ ദുആ കൊണ്ട് പരിഹാരം തേടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ പോലെ സ്വത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായി നന്മയുടെ ശാന്തര തീരത്തിലൂടെ ഒന്ന് നടക്കാനും അവനിലേക്ക് അടുക്കാനും സമയം കണ്ടെത്തിയാൽ ഏറ്റവും വലിയ സുഹൃത്തം നിറഞ്ഞ ആ ഒരു പുരുഷായുസിൽ തന്നെ നിനക്ക് റബ്ബിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാകും. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. സെൽഫി എടുക്കുന്ന കൂട്ടത്തിൽ ഗേൾഫ്രണ്ടുമാർ സെൽഫി എടുക്കല്ലേ, ഗേൾഫ്രണ്ടുമാർ തങ്ങളുടെ ബോയ്ഫ്രണ്ടിനെയും സെൽഫി എടുക്കാൻ ശ്രമിക്കല്ലേ, അത് തന്നെ അപകടമാണ്. പിന്നെ കൂണിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അതിലും വലിയ ഹറാമിയത്തിലേക്ക് എത്തിപ്പോകില്ലേ നമ്മളാരും. അഹദുക്കും ഖിൻസീറൻ മുതലത്തിഹം ബിഹമാ ഖൈറുൽ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅതൻ ലാ തഹില്ലു ലഹു.
നിനക്ക് ഹലാലല്ലാത്ത മഹറമല്ലാത്ത പെണ്ണിനോടൊന്നിച്ചിരുന്ന് ആട്ടിടയാവട്ടെ, പിക്നിക്കിന്റെ സമയങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫെയർവെൽ പാർട്ടിയുടെ സമയങ്ങളിലാവട്ടെ, ഏത് സമയങ്ങളിലാവട്ടെ, നിനക്ക് പൊരുത്തമില്ലാത്ത മഹറമിനോടൊന്നിച്ചല്ലാതെ നിനക്ക് പാടില്ലാത്ത കാണൽ ഹറാമായ ഒരാളോട്, ഒരു പെണ്ണിനോട് ഒരുമിച്ചിരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും പൊന്നുമോനെ നല്ലത് ചീഞ്ഞു നാറുന്ന പന്നിക്കൊപ്പം ഇരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലാണെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ. لأن يزاحم أحدكم خنزيرا متلطخا بهما خير له من أن يزاحم امرأة لا تحل لها. ഹലാലല്ലാത്തവരോടൊന്നിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനേക്കാളും നല്ലത് ചാണകക്കുടിയിൽ വീണ ഹമായ പന്നിക്കൊന്നിച്ചു നിൽക്കലാണോ, പന്നിച്ചൊന്നിച്ചിരിക്കലാണോ എന്ന് പറഞ്ഞ് ആരംഭത്തിൽ മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമ്മളെവിടെയാണുള്ളത്? തിന്മയേതാ നന്മയേതാന്നറിയില്ല. വലോ ആജബത്തുൽ ഹദീസ്, അത്ഭുത നമുക്ക് എവിടൊക്കെ തിരിഞ്ഞാലും തിന്മയാണ്, കേൾക്കുന്നത് തിന്മയാണ്, കാണുന്നത് തിന്മയാണ്, ആസ്വദിക്കുന്നത് തിന്മയാണ്, ഭുജിക്കുന്നത് ഹറാമിൻ്റെതാണ്, ശ്വസിക്കുന്നത് ഹറാമിൻ്റെതാണ്. എല്ലാം ഹറാമല്ലാതെ എന്താ നമ്മുടെ മുമ്പിലേക്ക് വന്നുപെടുന്നത്? ഒന്ന് പ്രൊട്ടക്ട് ചെയ്തേക്ക്, ഒന്ന് വികാര കേന്ദ്രങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് സംരക്ഷിച്ചേക്ക്. അതിന്റെ മുന്നറിയിപ്പുകൾ വന്നുപോയി. തിരിച്ചു നടക്കാൻ സമയമായിട്ടില്ലേ നമുക്കെല്ലാവർക്കും? കലാലയങ്ങൾ മോശമല്ല, കലാലയങ്ങൾ ഉഷാറാണ്, ഏത് തള്ളല്ല. കലാലയങ്ങളാണ് ഏറ്റവും ലോകത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന ഇടം. പള്ളിയുമായി ബന്ധപ്പെടുന്ന ഉസ്താദുമാരോ മറ്റു നന്മയുടെ ഹൈറിന്റെ അഹലുകാരായി ജീവിക്കുന്നവർക്ക് പോലും ലഭ്യമല്ലാത്ത സുഹൃത്തുക്കളാണ് എന്റെ പൊന്നുമാണ്. ഒരു 2 മിനിറ്റിന്റെ തോളനിക്ക് തന്നാൽ കൈവച്ച് വാസി സ്നേഹത്തോട് കൊച്ചനുജനെപ്പോലെ പറഞ്ഞോട്ടെ നിന്നോട്. കലാലയങ്ങൾ നന്മയുടെ ലോകങ്ങളാണ്. കലാലയങ്ങളെക്കാൾ നന്മ ഇന്ന് വേറെ എവിടെയാണുള്ളത്? കലാലയങ്ങളിൽ തെറ്റായിരിക്കാം, കാണാൻ പറ്റാത്തതായിരിക്കാം, സംസാരിക്കാൻ പറ്റാത്തതായിരിക്കാം, എല്ലാം ഹറാമിന്റെ ലോകങ്ങളായിരിക്കാം, എല്ലാം. എന്നാൽ ആ സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണ് ചുമ്മാൻ അവസരം കണ്ടിട്ട്, ഒരു കണ്ണല്ല അതടിയുടെ കേസ്, 2 കണ്ണ് ചുമ്മാൻ ശ്രമം നടത്ത്, ഹറാമിലേക്ക് നോക്കാതെ ഹറാമായവരോട് സംസാരിക്കാൻ വല്ലാതെ പോവാതെ ആവശ്യമായ സന്ദർഭങ്ങളിൽ അപൂർവമായ നിമിഷങ്ങളിൽ വളരെ ചുരുക്കി ഒന്ന് അസേറ്റീവായി കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമം നടത്തിയാൽ നാളെ അന്ന് വൈകുന്നേരം നീ തിരിച്ചിറങ്ങുമ്പോ 10 മണിക്ക് കയറി 4 മണിക്ക് ഇറങ്ങുന്നതിന്റെ ഇടയ്ക്കുള്ള 6 മണിക്കൂർ നിന്റെ നന്മയുടെ അക്കൗണ്ടുകളിലേക്ക് എത്രമാത്രം നന്മകളാ വന്നു ചേരുന്നത്, എത്രമാത്രം നന്മകളാവുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലായിടത്തും നിന്നും വരുന്ന തിന്മകളെ കാണുമ്പോ ഒന്ന് സഹകരിക്കാതിരിക്കുക, ഒന്ന് കണ്ണു ചിമ്മിക്കളയാ, ശ്രദ്ധിക്കാതിരിക്കുക. ആ വിഷയങ്ങളെ തൊട്ട് മാറി നിന്നേക്ക, ഒന്ന് നെവർമൈൻഡ് ചെയ്തേക്ക. ഞാൻ അവിടേക്കില്ല എന്ന് പറയാ. മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുമ്പോ, ഉരുൾപൊട്ടലുണ്ടാകുമ്പോ അതിലൊലിച്ചു പോകുന്ന കവറുകളാവാൻ ആർക്കാ പറ്റാത്തത്? ഏതാളുകൾക്കുമാവാ, ഏത് വസ്തുക്കൾക്കുമാവാ. ഒലിപ്പ് വെള്ളത്തിൽ നിന്ന് കൊടുത്താൽ താഴേറ്റുക എന്നത് അത് പ്രോഗ്രസ് അല്ല. എന്നാൽ ആ സമയത്ത് ശിലകളെപ്പോലെ, പാറക്കല്ലുകളെപ്പോലെ, കൂട്ടങ്ങളെപ്പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ അങ്ങനെ ഒലിച്ചു പോകേണ്ട ആളല്ല എന്ന ആ ഒരു ധൈര്യത്തിൽ ഒരുപാട് സംസ്കാരങ്ങളുള്ളവർ വിവിധ കോളേജുകളിൽ നിന്ന്, വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, വിവിധ ഹയർ സെക്കൻഡറികളിൽ നിന്ന് കടന്നു വരുന്ന വിവിധ ദേശങ്ങളിലെ വിവിധ സംസ്കാരങ്ങൾ സംഗമിക്കുന്ന കോളേജുകളിലും +2 ഡിഗ്രി കോളേജുകളിലെ ചെറുപ്പക്കാരികൾ കേൾക്ക്, നമ്മൾ അവരുടെ സംസ്കാരം സ്വീകരിക്കേണ്ടവരല്ല. അതാർക്കാ പറ്റാത്തത്? വരുന്ന തിന്മകളിൽ, വരുന്ന വെള്ളത്തിൽ ഒലിച്ചു പോകാനും ഒന്നിച്ചാവാനും അത് ഒരാളും ചെയ്യുന്ന ടാസ്കല്ല, ഒരാളുടെയും നന്മയായി പറയാനും പറ്റില്ല. ഞാൻ ഇസ്ലാമിക മെമ്പറാണ്, ഞാൻ പരിശുദ്ധ ദീനിന്റെ ആളാണ് എന്ന് പറയാൻ പറ്റണം. അൻതുമുൽ ആലൗ ഇൻ കുൻതും മുഅ്മിനീൻ, അൻതുമുൽ ആലൗ, നീയാണ് ഉന്നതൻ എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഈ ഉന്നതന്മാരായ നമ്മൾ ഉന്നതരുടെ സ്വഭാവം കാണിക്കണ്ടേ, ഉന്നത ക്വാളിറ്റി കാണിച്ചു നിൽക്കണ്ടേ. നമ്മളിങ്ങനെ ഒലിച്ചു പോകേണ്ടവരല്ല, നമ്മളിങ്ങനെ കപ്പുതവരാകേണ്ടവരല്ല. അതുകൊണ്ട് എന്റെ
ചെറുപ്പക്കാർ, ഏത് സ്ഥാപനത്തിന്റെയും ഏത് പ്രസ്ഥാനത്തിന്റെയും കരുത്തായ നിങ്ങളെയാണ് ആളുകൾ വലിച്ചുകൊണ്ടുപോകുന്നത്, യുവത്വമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എവിടേക്ക് പിടിച്ചാലും കിട്ടുമെന്നവർക്കറിയാം. അതുകൊണ്ട് രാത്രി വൈകിട്ട് വട്ടത്തിൽ കൊണ്ടുപോകുന്നത് തിന്മയിലേക്കാവാം. സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ചവറുകളും ചാവേറുകളും ആവേണ്ടവരല്ല, നിങ്ങൾ പവറുകളാവേണ്ടവരാണ്. ചാവേറുകളാവേണ്ടവരല്ല മുസ്ലിമീങ്ങൾ, നമ്മൾ പവറുകളായി നിലകൊള്ളേണ്ടവർ. ഒരിക്കലൂടെ പറയട്ടെ, നിങ്ങൾ ചവറുകളും ചാവേറുകളും ആവാനുള്ളതല്ല, നിങ്ങൾ പവറുകളായി, സ്ട്രീറ്റ് ലൈറ്റുകളായി, ആളുകൾക്ക് പ്രഭ പരത്തുന്ന ഇൽമിന്റെ കേന്ദ്രങ്ങളായി, വരുന്ന വഴിപിയച്ച ചെറുപ്പക്കാരികൾക്ക് നന്മ കാണിച്ചു കൊടുക്കേണ്ട ആളുകളായിട്ട് നിൽക്കേണ്ട, 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചവർ, 10ാം ക്ലാസ് വരെ നന്മയ്ക്ക് വേണ്ടി ഓടിയവർ, നാട്ടിലെ മഹല്ലെ എല്ലാ നന്മക്കും നിലകൊണ്ടവർ, ആതുര സേവനത്തിന് മുന്നിൽ നിന്ന് പിരിവ് നടത്തിയവർ, ജമാഅത്തിനെത്തിയവർ, ഇവരൊക്കെ എങ്ങനെയാണ് ക്യാമ്പസിലെത്തുമ്പോ മറ്റുള്ളവരുടെ സംസ്കാരത്തിനോട് ഒത്തുചേർന്ന് അവിടെ പോയശേഷമാണ് മോശമായി എന്ന് പറയേണ്ട അവസ്ഥ വരുന്നത്? പാടില്ല. നമ്മളാണ് ഏറ്റവും ഉന്നതർ. ചവറുകളും ചാവേറുകളുമാകാതെ പവറുകളായി, സ്ട്രീറ്റ് ലൈറ്റുകളായി നിലകൊള്ളാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ സമയം ഇനിയെങ്കിലും കണ്ടെത്തുക. അതാണ് നമ്മുടെ ലാഭം, അതാണ് നമ്മുടെ ലാഭം. ഒരിക്കലും നന്മയും തിന്മയും സമമാവില്ല. ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. നന്മക്കാണ് എപ്പോഴും പത്തരമാറ്റുള്ളത്, നന്മക്കാണ് എന്നും പത്തരമാറ്റുള്ളത്. ആദ്യത്തെ സമയത്ത് നെല്ലിക്ക പോലെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും, ഒറ്റപ്പെടും. പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും, ഒറ്റപ്പെടും. എന്നാലും പിടിച്ചു നിൽക്കുക, സദർശത്തെ കൊണ്ട് നേരിടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹു ഇങ്ങനെ നമ്മളെ ഈ ദുനിയാവിൽ ജീവിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മയല്ല, നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കളെ കൊണ്ടല്ല. ചെറുപ്പക്കാരോർക്കനെ 60 വയസ്സ് കഴിയുമ്പോഴല്ലേ ഒന്ന് സുജൂദിൽ പോകാൻ കഴിയാത്ത വേദന വരുന്നത്. 50 വയസ്സ് കഴിയുമ്പോഴല്ലേ, അതിനു മുമ്പെയല്ലേ ഒന്ന് റുക്കൂ ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവുന്നത്. ഇന്ന് എന്തൊരു സൗഖ്യമാ അല്ലാഹു തന്നത്. നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അല്ലാഹു തന്ന അനുഗ്രഹം നിന്റെ ശരീരത്തിൽ നിലകൊള്ളുന്ന കാലത്ത് അതൊന്ന് നന്മയ്ക്ക് വിനിയോഗിച്ചൂടെ, അതൊന്ന് ഖൈറിന് വേണ്ടി വിനിയോഗിച്ചൂടെ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്റെ പുരുഷായുസ് ചിലവഴിച്ച ആളുകളെ കാണുമ്പോ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അർശിന്റെ തണൽ കൊടുക്കുന്നുണ്ട്. അന്ന് ആരുടെയും തണൽ വേറെയില്ല. അതുകൊണ്ട് ആ സമയത്താണ് നിങ്ങളുടെ എല്ലാ ശക്തിയും നാടിനു വേണ്ടി കൊടുക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണേ, എന്റെ ചെറുപ്പക്കാരികൾ ശ്രദ്ധിക്കണേ. നിങ്ങളാണ് നാളെയുടെ തലമുറയുടെ വക്താക്കൾ. നിങ്ങളിൽ നിന്നാണ് പുതിയ തലമുറ വളർന്നു വരുന്നത്. നിങ്ങളാണ് ആദ്യത്തെ മദ്രസ, നിങ്ങളുടെ ലാപ്പുകളാണ്, നിങ്ങളുടെ മടിത്തട്ടുകളാണ്. അവിടെ നിന്നാണ് നന്മയുടെ നാമ്പുകൾ മുളച്ചു വരേണ്ടത്. അവിടെ നിങ്ങൾ വശമാക്കി കളഞ്ഞാൽ ഒരു ഉസ്താദിനും രക്ഷപ്പെടുത്താൻ സാധ്യമല്ലല്ലോ. ഇനി വരുന്ന ലോകത്ത് മുന്നറിയിപ്പുകൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓരോരുത്തരും പറയാൻ വന്നില്ലേ നിങ്ങളോട്? വേലി തന്നെ വിളകുന്ന കാലായാൽ പിന്നെങ്ങനെയാ നമുക്ക് എന്ത് ദാവത്ത് കൊണ്ട് ഉപകാരം ഉണ്ടാവുക? എന്താ ദാവത്ത് കൊണ്ട് ഉപകാരം ഉണ്ടാവുക? വേലി തന്നെ വിളങ്ങുന്നരുത്. ഉമ്മമാര് നന്നായാൽ, അധ്യാപകർ പറയുന്നിടത്ത് കുട്ടികൾ നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് വീട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം, വീട്ടിൽ നിന്നുള്ള പരിലാളനകൾ ഉണ്ടാവണം, വീട്ടിൽ നിന്നുള്ള ധർമ്മ ഉപദേശങ്ങൾ ഉണ്ടാവണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ ഒരു ഒഴുക്കിനിങ്ങനെ കൊണ്ടുപോകാന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന നിയമത്തുകളെ കൊണ്ടോ, നമ്മൾ അല്ലാഹു തന്ന നിയമത്തുകളിൽ ശുക്രർപ്പിച്ചതുകൊണ്ടോ അല്ല. അതുകൊണ്ട് മുഅ്മിനെ, ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ കിട്ടുന്ന സമയം ലാഭമായി കാണുകയും അവന്റെ ഓരോ മുന്നറിയിപ്പുകളും മനസ്സിലാക്കി നാളെ നഷ്ടപ്പെടാനിരിക്കുന്നതാണ്, ഒന്നിച്ചു പോകാനുള്ളതാണ് എന്ന ഉത്തമ ബോധത്തോടെ നിൽക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് വിഷയങ്ങൾ അവന്റെ മുന്നറിയിപ്പുമായി സംസാരിക്കാനുണ്ട്. സമയബന്ധിതമായി ഈ വിഷയങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രശ്നകലുഷിതമായ ഈ ഒരു സമയത്ത് തീർക്കേണ്ടത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പറഞ്ഞത് കേട്ടത് നീ പൊരുത്തപ്പെട്ട അമൽ ചേർക്കണം. അല്ലാഹു ഈബത്തിന്റെ ടെക്സ്റ്റ് മെസ്സേജുകൾ വർദ്ധിക്കുന്ന കാലഘട്ടം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഇവിടെ സമാപനവും മന്ദിരായ ഉസ്താദിന്റെ
മറ്റന്നാൾ സമാപനം. നാളെ അതിന്റെ വളരെ അർത്ഥഗർഭമായ വിഷയസംബന്ധമായ പ്രസംഗമൊക്കെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞത് കേട്ടതൊക്കെ എന്റെ പൊരുത്തപ്പെട്ട അമലിൽ ചേർക്കട്ടെ. നമ്മുടെ നാട്ടുകാരനാണല്ലോ, അടുത്ത പ്രദേശത്തല്ലേ, ഇനിയും പറയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ സദസ്സിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പറഞ്ഞത് ഇത്തിരി സമയമാണെങ്കിലും അതിലെ നന്മകൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ അതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി തഅതിക വഈമാനിക. യാ അല്ലാഹ്, പേര് വായിക്കുന്നില്ല, കുറെ പേര് സദസ്സിലേക്ക് ലേലത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുമാറാവട്ടെ. അതല്ലേ